നമസ്കാരം. ബലാത്സംഗ കേസിൽ പ്രതിയായ എം മുകേഷ് എംഎൽഎയെ സംരക്ഷിച്ച് CPM രാജി ആവശ്യമില്ല എന്നാണ് പാർട്ടി നിലപാട്. UDF MLA മാർ സമാനമായ കേസുകളിൽ പ്രതിയായപ്പോൾ രാജിവെച്ചിട്ടില്ല എന്നതാണ് EP ജയരാജന്റെ നിലപാട്. സിനിമാ താരങ്ങൾക്കെതിരെയുള്ള പരാതികളിൽ പോലീസ് രഹസ്യമൊഴി എടുക്കുകയാണ്. അടുത്ത ചൊവ്വാഴ്ച വരെ മുകേഷിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുമുണ്ട്. ഇന്ന് സൂപ്പർ പ്രൈം ചർച്ച ചെയ്യുന്നു രാഷ്ട്രീയ സംരക്ഷണമോ. മുകേഷിനെ CPM കൈവിടാത്തത് എന്തുകൊണ്ട്? CPIയുടെ കലഹം വിഫലമോ? പ്രതിഷേധങ്ങൾക്ക് വിലയില്ലേ? ഈ ചർച്ചയിൽ ശ്രീ സജി നന്ദ്യാട്ട് ഫിലിം ചേംബർ, ഡോക്ടർ B ജയരാജ് ഇടത് സഹയാത്രികൻ, ശ്രീ വീണ S നായർ കോൺഗ്രസ് നേതാവ്, ശ്രീ C ഷുക്കൂർ അഭിഭാഷകൻ, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ അഭിഭാഷക, ശ്രീ K ഗണേഷ് BJP നേതാവ് തുടങ്ങിയവർ. ആദ്യം ശ്രീ C ഷുക്കൂർ, താങ്കളൊരു ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയാണല്ലോ, സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വളരെ ഗുരുതരമായ ഒരു ആരോപണം M മുകേഷ് MLAക്കെതിരെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ സിദ്ദിഖിനെതിരെയുള്ള ആരോപണത്തെക്കാൾ, അതുപോലെ തന്നെ മറ്റ് ജയസൂര്യ അടക്കമുള്ള ആളുകൾക്കെതിരെയുള്ള ആരോപണത്തെക്കാൾ ഗൗരവ സ്വഭാവമുള്ളതാവുന്നത്, മുകേഷിൻ്റെ കാര്യം ഗൗരവ സ്വഭാവമുള്ളതാവുന്നത് അദ്ദേഹം ഒരു ജനപ്രതിനിധി ആയതുകൊണ്ടാണ്. ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ജനങ്ങളോട് പൂർണ്ണമായും അക്കൗണ്ടബിൾ ആകേണ്ട ആളാണ്. ഇങ്ങനെ ഒരു ആരോപണമല്ല 3 ആരോപണമാണ് ഇതിനോടകം മുകേഷ് നേരിടുന്നത്. ആ ആരോപണം ഇങ്ങനെ നിൽക്കുമ്പോൾ മുകേഷ് വീണ്ടും ജനപ്രതിനിധിയായി തുടരുന്നു. ബലാത്സംഗ കേസിൽ പ്രതിയായ ഒരു MLA ആണ് കൊല്ലത്തിനുണ്ടാവുന്നത് എന്ന് പറയുന്നത് കൊല്ലംകാർക്കും അപമാനകരമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് CPM തിരുത്തേണ്ടതല്ലേ? തീർച്ചയായും അഭിലാഷ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ PT ചാക്കോ, PK കുഞ്ഞാലിക്കുട്ടി, PJ ജോസഫ്, ലോഹിദാസ് നാടാര്, AK ശശീന്ദ്രൻ തുടങ്ങിയ നിയമസഭാ അംഗങ്ങളായിരുന്നവരും മന്ത്രിമാരായിരുന്നവരുടെ പേരിലും, എൽദോസ് കുന്നപ്പള്ളി, അതുപോലെ തന്നെ വിൻസെന്റ്, ഇങ്ങനെ 7 പേരുടെ പേരിലാണ് ഈ സെക്ഷൽ അലിഗേഷൻ വന്നിരുന്നത്. അതിൽ 5 പേര് മന്ത്രിമാരായിരുന്നു. അവർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു, MLA മാരായി തുടരുകയും ചെയ്തു. ഇവിടെ ബാക്കി 2 പേര്, കോൺഗ്രസിന്റെ 2 നേതാക്കൾക്ക് നിയമസഭാ അംഗങ്ങളായ 2 പേരുടെ പേരിൽ FIR വന്നു. അവസാനം പോലീസ് അന്വേഷിച്ചു, കുറ്റപത്രം കൊടുത്തു. ആ കുറ്റപത്രം കൊടുത്തവരും MLA മാരായി തുടരുന്നുണ്ട്. പക്ഷേ നമ്മളൊരു ഈ CPM-ന്റെ നിന്നും മറ്റു പാർട്ടികൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ CPM-ൽ ഒരാൾക്ക് മെമ്പർഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. ആദ്യം അനുഭാവി ഗ്രൂപ്പിൽ വരണം, അവർ 1 വർഷം അവിടെ കഴിയണം, അത് കഴിഞ്ഞ് മെമ്പർഷിപ്പ് കൊടുക്കും. ആ മെമ്പർഷിപ്പ് കൊടുക്കുന്ന സമയത്ത് പോലും നമ്മുടെ ആസ്തി എന്താണ്, ഭാര്യയുടെ സ്വർണം എന്താണ്, മക്കൾക്ക് എന്തൊക്കെ ജോലിയുണ്ട്, എന്തൊക്കെ വരുമാനമുണ്ട്, വീട്ടിൽ വാഹനമുണ്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് മറ്റ് പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ സ്ക്രൂട്ടിനി കഴിഞ്ഞിട്ടാണ് ഒരാൾക്ക് CPM അംഗത്വം നൽകുന്നത്. ആ പാർട്ടി മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെയും ഈ നേരത്തെ പറഞ്ഞ 7 പേരും CPM MLA-മാരോ മന്ത്രിമാരോ ആയിരുന്നില്ല. അവരാരും CPM-കാരായിരുന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ CPM-ൽ നിന്ന് മറ്റ് വളരെ വ്യത്യസ്തമായ സംഗതിയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, അത് മാത്രമല്ല ശ്രീ C ഷുക്കൂർ, എൽദോസ് കുന്നപ്പള്ളിയും M വിൻസെന്റും ഒക്കെ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട ആളുകളാണ് CPM-കാർ. അവരുടെ വനിതാ നേതാക്കൾ. ഇന്നിപ്പോ ആനി രാജ രാജിവെക്കണം മുകേഷ് എന്ന് ആവശ്യപ്പെടുമ്പോൾ PK ശ്രീമതി ടീച്ചർക്ക് രാജി വേണമെന്നൊരാവശ്യമില്ല. അവർ ഇതൊരു ആരോപണം മാത്രം തെളിയിക്കപ്പെടട്ടെ എന്ന് പറയുന്നു. പക്ഷേ സമാനമായ ആരോപണം മുമ്പ് ഉയർന്നപ്പോൾ M വിൻസെന്റ് രാജിവെക്കണം, എൽദോസ് കുന്നപ്പള്ളി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ട അതേ ആളുകൾ ഇപ്പോൾ രാജി വേണ്ട എന്ന് പറയുമ്പോൾ വലിയൊരു ഇരട്ടത്താപ്പ് അക്കാര്യത്തിലുണ്ട്. അല്ല, അത് എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കുന്ന സംബന്ധിച്ചിടത്തോളം അത് തിരുത്തും പാർട്ടി. നമ്മളിപ്പോ ആദ്യം എടുക്കുന്ന ഒരു നിലപാടല്ലല്ലോ. കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് പാർട്ടി തിരുത്തുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ CPM വളരെ വ്യത്യസ്തമായ പാർട്ടിയായിട്ടാണ് കാണുന്നത്. ഇപ്പം നമ്മൾ അഭിലാഷ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കണ്ണൂര് പ്രഗത്ഭനായ ഒരു നേതാവിനെതിരെ ഒരു അലിഗേഷൻ വന്നു. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും വർഷങ്ങളോളം മാറ്റി നിർത്തി. പാലക്കാട്ട് ഒരു നേതാവിനെതിരെ അലിഗേഷൻ വന്നു. അവരൊന്നും പോലീസ് കേസായിട്ടല്ല, ആ നേതാവിനെ 2ാം ടേമില് നിയമസഭയിൽ മത്സരിക്കാൻ കൂട്ടാക്കിയില്ല. എറണാകുളത്ത് ഒരു വലിയ നേതാവിനെതിരെ അലിഗേഷൻ വന്നു. അദ്ദേഹത്തെ പാർട്ടി എല്ലാ സ്ഥലങ്ങളിലും മാറ്റി നിർത്തി. അങ്ങനെ ഇന്റേണൽ ആയിട്ട് സ്ക്രൂട്ടിനി നടക്കുന്ന, ഒരു കൃത്യമായ പരിശോധന നടക്കുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് CPM. ആ CPM-നോട് യാത്ര ചെയ്യുന്നവർക്കും CPM മെമ്പറായവരെല്ലാവർക്കും മനസ്സിലാക്കുന്ന കാര്യം വളരെ വ്യത്യസ്തമായ പാർട്ടി തന്നെയാണ് CPM. ഈ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കും. രഞ്ജിത്തിന്റെ രാജിവെക്കണം ആവശ്യപ്പെട്ടപ്പോ ആദ്യം എന്തായിരുന്നു നിലപാട്? മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ എന്തായിരുന്നു പറഞ്ഞത്? 2 ദിവസം കഴിഞ്ഞപ്പോൾ രഞ്ജിത്തിനോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ശ്രീ മുകേഷ് രാജിവെക്കുന്ന അവസ്ഥയിലേക്ക് പാർട്ടി എത്തും. പക്ഷേ പാർട്ടി തന്നെ ഒരുപാട് കാര്യങ്ങൾ, നിരവധി കാര്യങ്ങൾ പരിശോധിക്കാനുണ്ടാവും. ആ കാര്യങ്ങൾ പരിശോധിച്ച് വരുന്ന സമയത്ത് തീർച്ചയായും ഈ മുകേഷ് അടക്കമുള്ള മുകേഷ് എന്ന് പറയുന്ന കൊല്ലത്തെ MP-യോട് CPM പാർട്ടി രാജിവെക്കാൻ ആവശ്യപ്പെടുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ഓക്കെ. ശ്രീ സജി നന്ദ്യാട്ട്, ഇപ്പോൾ സിനിമയിൽ പല ആളുകൾക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കപ്പെടട്ടെ. ഇവിടെ ഇപ്പോൾ മുകേഷിന്റെ പ്രശ്നം അദ്ദേഹം ജനപ്രതിനിധിയാണ് എന്നുള്ളത് കൂടിയാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കാതെ, ജനങ്ങളുടെ അവമതിപ്പിന് ഇരയാവാതെ സ്വമേധയാ ഒരു തീരുമാനമെടുത്ത് മാറി നിൽക്കുക എന്നുള്ളതല്ലേ ഉചിതം? അല്ല,
പക്ഷേ ഞാൻ പറയുന്നത് വ്യക്തിപരമാണ്. അതുപോലെ തന്നെ അതിൻ്റെ രാഷ്ട്രീയമായി ഇപ്പോൾ സിനിമയിലെ പ്രശ്നം രാഷ്ട്രീയമായി മാറിയിരിക്കുക. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് കാര്യങ്ങൾ പോയി. എന്താണ് രാഷ്ട്രീയ മുതലെടുപ്പ്? വനിതകളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആര്? ഞങ്ങളാണോ നിങ്ങളാണോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇതിൻ്റെ എല്ലാ ആകത്തുക എന്ന് പറയുന്നത് വോട്ട് പിടിക്കുക. ഇതിൻ്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. മാക്സിമം വനിതകളുടെ വോട്ട് നീതിയുടെ ഭാഗത്ത് ഞങ്ങളാണ് എന്നത് വരുത്തി തീർത്തുകൊണ്ട് മാക്സിമം സിനിമാ ലോകത്തിന് ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതെല്ലാവരുടെ കൂടി അത് മുതലെടുക്കുക. കാരണം സിനിമാ ലോകം ഈ സിനിമാ ലോകം ഒരിക്കലും സംഘടിതരല്ല എന്നൊരു ധാരണയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ ഈ പറയുന്ന പോലെയുള്ള പല സെക്സ്വൽ ഹറാസ്മെൻറ്റും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം പരസ്പരം പഴിചാരുകയും ഇന്നയാൾ രാജിവെക്കുകയും ചെയ്യണമെന്ന് പറയുന്നത് സ്വാഭാവികം. നമ്മളൊക്കെ കേട്ടുകൊണ്ടിരുന്ന ക്ലീഷ എന്ന് വേണമെന്ന് നമുക്ക് പറയാം. സിനിമാ ഭാഷയിൽ പറഞ്ഞ പോലെ ഇത് ക്ലീഷയാണ്. ഇവിടെ നമ്മുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. ശ്രീ അഭിലാഷൊക്കെ വളരെ അക്കാഡമിക്കാണ്, ഈ കാര്യങ്ങൾ മുഴുവൻ കണ്ടയാളാണ്, വായിച്ചയാളാണ്. ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിരിക്കുന്നത് സെക്സ്വൽ ഹറാസ്മെൻറ്റിനെ കുറിച്ചല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? മദ്യപാനവും മയക്കുമരുന്നിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിരിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ചാനലുകളൊന്നും ഇത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നില്ല. കാരണം നമ്മുടെ ചാനലുകൾ ഓണമാണ്, പരസ്യങ്ങൾ എനിക്കറിയാം. സമ്മതിക്കത്തില്ല നിങ്ങൾ. അല്ല, സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലൈംഗിക ചൂഷണമാണ് എന്ന് ഈ ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലാണ്. ഞാൻ വേണമെങ്കിൽ ആ പേജുകൾ എടുത്ത് വായിച്ചു താങ്കളെ കേൾപ്പിക്കാം. അതിന്റെ ആവശ്യമില്ലല്ലോ, കേരളത്തിൽ ഇപ്പോൾ എല്ലാ ആളുകളും വായിച്ചിട്ടുണ്ടാവും. സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലൈംഗിക ചൂഷണമാണ് എന്നുള്ളതാണ് ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അഡ്രസ് ചെയ്യപ്പെടേണ്ടതില്ല. സിനിമാ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് ജനങ്ങളെ സിനിമയുടെ പ്രോഡക്റ്റ് ജനങ്ങൾക്ക് ഇഷ്ടമാണ്. സിനിമാ മേഖലയെ ബ്ലെയിം ചെയ്തുകൊണ്ട് കൂടുതൽ പരസ്യങ്ങൾ പിടിക്കണം, കൂടുതൽ റേറ്റിംഗ് വേണം. അച്ചയ്ക്ക് പറയാം. അതുകൊണ്ട് സെക്സ്വൽ ഹറാസ്മെന്റ് നിങ്ങൾ മൂടി വെക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കൂ, എത്രയോ നല്ല കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയിലുണ്ട്. പക്ഷെ നിങ്ങൾ ഹേമ കമ്മിറ്റിയിലെ ഇത് മാത്രം 10 ദിവസമായി ഇത് മാത്രം ഹൈലൈറ്റ് ചെയ്യുന്ന രീതി എല്ലാ ചാനലുകളും. കാരണം കൊച്ചു സംസ്ഥാനത്ത് ഇങ്ങനെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ ഈ കയറി ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സർവൈവർ വിളിച്ചുതാ ഇന്ന കാര്യങ്ങളുണ്ട്, പക്ഷെ പുറത്ത് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഈ റിപ്പോർട്ടിന്റെ സാഹചര്യത്തിൽ ആളുകൾക്കൊരു കോൺഫിഡൻസ് കിട്ടുകയും അവർ പുറത്തേക്ക് വരികയും അവർ നേരിട്ട അനുഭവങ്ങൾ പറയുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഓരോ ദിവസവും ആളുകൾ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെന്താണ് ചർച്ച ചെയ്യുക? അതും സിനിമാ മേഖലയിലെ വിഗ്രഹങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ അതിൽ ജഡ്ജ്മെന്റ് ഒന്നും നടത്തുന്നില്ല. അതൊക്കെ അന്വേഷിക്കപ്പെടണം, അതൊക്കെ കൃത്യമായും വിലയിരുത്തപ്പെടണം. അന്വേഷിച്ച ശേഷം ഈ മുകേഷ് അടക്കമുള്ള ആളുകൾ നിരപരാധികളാണെങ്കിൽ അവർക്ക് വീണ്ടും അവരുടെ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചു വരാമല്ലോ. ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ കേസ് അപ്പോൾ തീർന്നാൽ മുകേഷിന് മത്സരിക്കാലോ, അദ്ദേഹം രാജിവെച്ചാൽ. മുകേഷ് നിരപരാധിയാണോ അപരാധിയാണോ എന്ന് ഞാൻ പറയുന്നില്ല. അത് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഞാൻ പറഞ്ഞത് മറ്റു ചില ഫാക്റ്റാണ്. ആ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഇടപെടാൻ ഞങ്ങളില്ല. ഞാൻ ചോദിച്ചത് ഈ സിനിമ എന്ന ഒരു മാധ്യമം, എന്റർടൈൻമെന്റ് മാധ്യമം, വളരെ വളരെ എത്രയോ 10,000-കണക്കിന് ആൾക്കാർ വർക്ക് ചെയ്യുന്ന മേഖലയാണ്. ഈ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സംശയം വേണ്ട. എല്ലാം അങ്ങോട്ട് പള്ളിയിലച്ചന്മാരാണ് എന്നൊന്നും ഞാൻ പറയില്ല. ചാവറച്ചന്മാർ എബു പ്രാസ്യാമയാണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ പറയില്ല. ചില ആൾക്കാർക്കിടയിൽ ഇത്തരം ദുസ്വഭാവങ്ങൾ ഉണ്ടാവാം. അവർ കാണിക്കുന്നതിന്റെ പേരിൽ സിനിമ എന്ന് പറയുന്ന ഈ മാധ്യമത്തെ മൊത്തത്തിൽ നിങ്ങൾ വേട്ടയാടി നശിപ്പിക്കുന്നതിന് 10,000-കണക്കിന് ആൾക്കാർ ജീവിക്കുന്ന ഒരു മേഖലയാണ്. സിനിമയെ ആരും വേട്ടയാടുന്നില്ല. സിനിമയ്ക്കകത്തെ പുഴുക്കുത്തുകൾ എന്നുള്ളത് മാത്രമാണ് വിഷയം. സിനിമ ആകെപ്പാടെ കുഴപ്പമാണെന്നോ സിനിമ ആകെ വേട്ടയാടപ്പെടേണ്ടതാണോ എന്നുള്ള അഭിപ്രായം ഒന്നും ഒരാൾക്കുമില്ല. ഞാൻ അങ്ങയിലേക്ക് വരാം. വീണ എസ് നായർ, ഇതിപ്പോ സിനിമ വേട്ടയാടപ്പെടുന്നു എന്നുള്ളതാണോ പ്രശ്നം? താങ്കൾ കലാരംഗത്തുണ്ടായിരുന്ന ആൾ കൂടിയാണ്, ആങ്കറിംഗ് ഒക്കെ നടത്തിയിട്ടുള്ള ആൾ കൂടിയാണ്. ഇപ്പോ എം മുകേഷിന്റെ രാജി ആവശ്യപ്പെടുമ്പോൾ മുകേഷിന് ഒരു സംരക്ഷണം കിട്ടുകയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന്. സ്വാഭാവികമായും കോൺഗ്രസ് MLA-മാർ ആരോപണത്തിൽപ്പെട്ടപ്പോൾ കോൺഗ്രസ് സംരക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ചുകൂടി ഗുരുതരമാണ് കാര്യങ്ങൾ. ഇത് ഇങ്ങനെയാണെങ്കിൽ സ്ത്രീ സമൂഹത്തിന് എന്ത് സന്ദേശം നൽകും? CPM ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആഭാസ സംരക്ഷണ യജ്ഞം അത് ഏത് എക്സ്റ്റെൻഡ് വരെ പോകുമെന്നുള്ളത് കേരളത്തിലെ സ്ത്രീ സമൂഹം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ മുകേഷിനെ CPM ആണോ ഭയക്കുന്നതെന്ന് നമുക്ക് വല്ലാതെ സംശയം തോന്നുന്നു. കാരണം ഇല്ലെങ്കിൽ ഇത്തരത്തിൽ
ഒന്നിലധികം സ്ത്രീകൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പലരും പല കാര്യങ്ങളും പറഞ്ഞു. ഒരു സ്ത്രീയല്ല, ഒന്നിലധികം സ്ത്രീകൾ, ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന കുട്ടിയുടെ അമ്മയെ വീട്ടിൽ പോയി പീഡിപ്പിച്ചു എന്നുള്ള തരത്തിലുള്ള കഥകൾ നമ്മൾ കേൾക്കുന്നു. അപ്പോൾ ഒന്നിലധികം സ്ത്രീകൾ ആരോപണം ഉന്നയിച്ച ഒരു പച്ച വെയിൽ മാന്യനെ സംരക്ഷിക്കാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ CPM ഇത്രയും അധികം റിസ്ക് എടുക്കുന്നതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അവരുടെ MLA-മാരുടെ കണക്കിൽ ഒന്ന് രാജിവെച്ചു കഴിഞ്ഞാൽ കുറഞ്ഞു പോകുമെന്നുള്ളതാണ് അവരെ ഭയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്നതെന്നുള്ളെങ്കിൽ അത് പൊതുജനങ്ങളോട് തുറന്നു പറയാം. നിങ്ങൾ ഓർക്കണം, കോടികൾ ചെലവാക്കി വനിതാ മതിൽ തീർത്തപ്പോഴും ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ CPM മുൻകൈ എടുത്തപ്പോഴൊക്കെ അവർക്കൊപ്പം നിന്നിരുന്ന ഇടതുപക്ഷവാദികളായിട്ടുള്ള ഒരു സ്ത്രീ സമൂഹം ഇവിടെയുണ്ട്. അതായത് എന്ത് ക്യാപ്സൂൾ കൊടുത്താലും അതാണ് ശരി എന്ന് പറഞ്ഞ് വിഴുങ്ങിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ സമൂഹം, ഇടതുപക്ഷ ചിന്താഗതിയുള്ള സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. അവരിൽ 100 സ്ത്രീകൾ കഴിഞ്ഞ ദിവസം മുകേഷ് രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒപ്പിട്ട് ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. എന്തിന്? നമുക്കറിയാം, ആനി രാജ, ഇടതുപക്ഷത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ത്രീ മുഖങ്ങളിലൊന്നാണ് ആനി രാജ. ഈ ഇഷ്യൂ വന്ന ഡേ 1 മുതൽ ആനി രാജ മുകേഷ് രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ആനി രാജയ്ക്ക് ഇടതുപക്ഷത്തിൽ വില എന്ന് സത്യത്തിൽ തോന്നിപ്പോവുകയാണ്. ഇപ്പോൾ പല കേസുകളും ഒക്കെ വന്നപ്പോൾ തീവ്രത ഇളക്കാൻ പോയ ശ്രീമതി ടീച്ചറും അതുപോലെ ശൈലജ ടീച്ചർ, മന്ത്രി വീണ ജോർജ് മാധ്യമപ്രവർത്തകയായിരുന്ന കാലത്ത് നടത്തിയിട്ടുള്ള ഇന്റർവ്യൂവിൽ മുകേഷിന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള സരിത പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്ത് അവരോട് എത്ര ക്രൂരമായിട്ടാണ് അയാൾ പെരുമാറിയിട്ടുള്ളതെന്നും കാറിൽ കയറാൻ സമ്മതിക്കാതെ മുന്നോട്ടും പിന്നോട്ടും എടുത്ത് അവർ വഴിയിൽ വീണ കഥയടക്കം അവർ നേരിട്ടിട്ടുള്ള അട്രോസിറ്റീസ് അടക്കം ശ്രീ മുകേഷിൻ്റെ മഹാനായിട്ടുള്ള അച്ഛൻ സത്യത്തിൽ ഇതുപോലൊരു ചർച്ചയിൽ ആ മകനെ കുറിച്ച് പറയുമ്പോൾ അച്ഛനെ പറ്റി മെൻഷൻ ചെയ്യേണ്ടി വരുന്നതിൽ പോലും ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ആ അച്ഛൻ മരുമകളോട് എല്ലാം സഹിക്കണമെന്ന് പറഞ്ഞ് കൈകൂപ്പി അപേക്ഷിച്ച കഥ വരെ സരിത മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാം മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ, മധ്യത്തിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ആദ്യം നിയമസഭാ ടിക്കറ്റ് കൊടുക്കുന്നതും രണ്ടാമത് നിയമസഭാ ടിക്കറ്റ് കൊടുത്ത് MLA ആക്കുന്നതും മൂന്നാമത് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിൽ സ്ഥാനാർത്ഥി ആക്കി മത്സരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ് CPM-ന്റെ ഒരു സ്ത്രീ സംരക്ഷണം, അതിന്റെ സത്യസന്ധത എന്നുള്ളത് നമുക്ക് ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല. എനിക്ക് ഒരു കാര്യം അടിവരയിട്ട് പറയാനുള്ളത്, ഈ മുകേഷിൻ്റെ ഒളി സേവകൾക്കുള്ള ഒരു മറയല്ല ഒരിക്കലും EMS-ൻ്റെയും AKG-യുടെയും മഹാപ്രസ്ഥാനമായിട്ടുള്ള CPM-ന്റെ ചെങ്കൊടി എന്നുള്ളത്. ഒപ്പം ഓർക്കുക, ഈ അദ്ദേഹത്തിൻ്റെ തോന്നിവാസങ്ങൾക്കുള്ള പരിചയമല്ല, അതിൻ്റെ സംരക്ഷണത്തിനുള്ള പരിചയമല്ല CPM-ന്റെ ചിഹ്നം എന്നുള്ളത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും ശ്രീ MV ഗോവിന്ദനും ഓർത്താൽ ഈ പ്രസ്ഥാനത്തിനും ഇനി വരും തലമുറയിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും നന്ന്. കാരണം കേരളത്തിലെ സ്ത്രീ സമൂഹം വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ സ്ത്രീകൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളെന്നല്ല പുരുഷന്മാരും എല്ലാ മനുഷ്യരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ വരാം. ശ്രീ K. ഗണേഷ്, മുകേഷ് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPM-ന്റെ ഒരു MLA ആയതുകൊണ്ട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നിങ്ങൾ പ്രക്ഷോഭം നടത്തുന്നു. അതിനപ്പുറത്ത് ഈ വിഷയത്തിലൊക്കെ കൃത്യമായി സ്ത്രീപക്ഷം ഉയർത്തിപ്പിടിക്കാൻ പ്രതിപക്ഷത്തിനും കഴിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ നേതാവ് തന്നെയായ സുരേഷ് ഗോപി സിനിമയിലെ തൻ്റെ സഹപ്രവർത്തകനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇവിടെ ഇപ്പോൾ അപ്പുറത്തൊരു MLA ഉള്ളത് കൊണ്ട് നിങ്ങൾ മാർച്ച് നടത്തുന്നു എന്നുള്ളതിനപ്പുറത്ത് ഈ വിഷയത്തിൽ എന്ത് ആത്മാർത്ഥതയുണ്ട്? അതല്ല, ഞങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട്, പാർട്ടിയുടെ നിലപാട് ഞങ്ങൾ ആദ്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മുകേഷ് രാജിവെക്കണം എന്ന് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ മുകേഷിനെതിരെയുള്ള, കൊല്ലത്തായാലും ഇന്നിപ്പോൾ തിരുവനന്തപുരത്തായാലും ഒക്കെ ഈ മുകേഷ് രാജിവെക്കുന്നത് വരെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുകേഷ് ഒരു സീനിയറായിട്ടുള്ള ഒരു MLA ആണ്. സീനിയറായിട്ടുള്ള മുകേഷിനെ പോലെയുള്ള ഒരു MLA പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായിട്ട്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുമായിട്ട് വളരെ അടുപ്പവും വളരെ ബന്ധവുമുള്ള ആൾ കൂടിയാണ് മുകേഷ്. അങ്ങനെയുള്ള മുകേഷ് ഈ MLA സ്ഥാനത്ത് തുടരുന്ന സമയത്ത് നടക്കുന്ന അന്വേഷണം, അങ്ങനെ അന്വേഷണം എത്രമാത്രം വളരെ എന്താ പറയുക സത്യസന്ധമായി പോലീസിന് അന്വേഷിക്കാൻ സാധിക്കും എന്ന് വലിയ സംശയമുണ്ട്. കാരണം മുകേഷിനെ പോലെയുള്ള ഒരാൾ ഇത്രയും സ്വാധീന ശക്തിയുള്ള, കാരണം നമുക്കറിയാം 2 തവണ MLA ആയി CPM-ന്റെ MP സ്ഥാനാർത്ഥിയായി വന്നു. അത്രയും വലിയ സ്വാധീനമുള്ള, പോലീസിൽ തന്നെ വലിയ സ്വാധീനമുള്ള സീനിയറായിട്ടുള്ള ഒരു MLA സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? അങ്ങനെ അന്വേഷണം കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. മുകേഷ് സത്യസന്ധനാണ്, മുകേഷിൻ്റെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ അന്വേഷണത്തിൽ
അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടേണ്ടതല്ലേ? അങ്ങനെ അന്വേഷണത്തിൽ തെളിയിക്കപ്പെടാതെ അവിടെ തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനാണ് മുകേഷിനെ പോലെയുള്ള ആളുകൾ ശ്രമിക്കുന്നത്. മുകേഷിനെ സംരക്ഷിക്കുന്ന സമീപനമാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയും അതിൻ്റെ നേതൃത്വവും മുഖ്യമന്ത്രിയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്, മുകേഷ് ഈ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചുകൊണ്ട് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാവണം. അങ്ങനെ നേരിടാത്ത പക്ഷം, കാരണം നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് വലിയ ആളുകൾക്ക്, വലിയ തരത്തിൽ സെക്ഷൽ ഹരാസ്മെൻറ്റുകളൊക്കെ നേരിട്ട ആളുകൾക്ക് അവർക്ക് പുറത്ത് പറയാൻ, അവർക്ക് അത്തരം കാര്യങ്ങൾ പുറത്തു പറയാൻ വലിയ ആത്മവിശ്വാസം ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം അന്വേഷണങ്ങളൊന്നും പുറത്തേക്ക് വരണ്ട എന്നാണോ കേരളത്തിൻ്റെ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ സ്ത്രീകൾക്ക് ഇവിടെ ഒരു നീതി ലഭിക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു ഹരാസ്മെൻറ്റ് അവർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയാനുള്ള അവസരം വരുന്ന സമയത്ത് അതിനെ തടയുന്ന സമീപനമാണ് മുകേഷിന് ഈ ചുമതലയിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ സർക്കാർ ഈ മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നത്. കാരണം അവർക്ക് എങ്ങനെയാണ് നീതി ലഭിക്കുക? അവരെങ്ങനെയാണ് തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുക? ഒരാൾക്ക് സംരക്ഷണം കിട്ടിയാൽ പിന്നെ ബാക്കിയുള്ള ആളുകൾ എന്ത് വിശ്വസിച്ച് പരാതി കൊടുക്കും, എന്ത് വിശ്വസിച്ച് നിയമ നടപടിയെടുക്കും? വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഇപ്പോൾ മൊഴിയെടുപ്പുകൾ നടക്കുന്നുണ്ട്, രഹസ്യമൊഴി ചിലരുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കേസെടുത്ത് മുന്നോട്ട് പോകുന്നു. അതേസമയം തന്നെ പ്രതികൾ അല്ലെങ്കിൽ കുറ്റാരോപിതർ അവരുടെ നിയമപരമായ അവകാശം വിനിയോഗിക്കുന്നുണ്ട്. മുകേഷ് ചൊവ്വാഴ്ച വരെ അറസ്റ്റിൽ നിന്ന് താൽക്കാലികമായി വിടുതൽ നേടിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യത്തിന് വേണ്ടി മറ്റുള്ളവർ പോകുന്നു. ഇങ്ങനെ നിയമപരമായി എങ്ങനെയാണോ കാര്യങ്ങൾ പോകേണ്ടത്, ആരോപണ വിധേയർക്കെതിരെ കാര്യങ്ങൾ അങ്ങനെ തന്നെ പോകുന്നുണ്ട്. ആ സമയത്ത് ഈ പവർ പൊസിഷനിലിരിക്കുന്ന ആളുകൾ, രാഷ്ട്രീയത്തിൽ അധികാര സ്ഥാനത്തിലിരിക്കുന്ന ആളുകൾ മാറി നിന്ന് ഈ അന്വേഷണം കഴിയട്ടെ എന്ന സമീപനം എടുക്കുന്നതല്ലേ യുക്തം? തീർച്ചയായിട്ടും മുകേഷ് രാജിവെച്ച് മാറി നിൽക്കണം, അന്വേഷണം നടക്കണം എന്നാവശ്യപ്പെടുന്ന ആ 100 പേരിൽ ഒരാളാണ് ഞാൻ. ഇടതുപക്ഷ അനുഭാവത്തോടെ പ്രവർത്തിക്കുകയും തീർച്ചയായും തന്നെ നേരത്തെ വീണ എസ് നായരോ അവർ ആക്ഷേപിച്ച ഒത്തിരി ആക്ഷേപമോ അല്ലെങ്കിൽ പറഞ്ഞ സ്ത്രീകളുണ്ടല്ലോ, ഇടതുപക്ഷത്തിന് വനിതാ മതിലൊക്കെ തീർത്ത സ്ത്രീകൾ, ആ സ്ത്രീകളൊക്കെ ഒപ്പം നിന്ന ആളാണ് ഞാൻ. നോക്കൂ, നമ്മുടെ വീടിൻ്റെ അകത്തൊരാൾ മോശം പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ പിടിച്ച് ചെവിക്ക് പിടിച്ച് പുറത്താക്കി അവർ നിയമ നടപടി സ്വീകരിച്ച് വരട്ടെ എന്ന് പറയും. ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള മനുഷ്യാവകാശം, ഭക്ഷണമോ മറ്റു വല്ല കാര്യങ്ങളോ അത് കൊടുക്കുകയും നമ്മൾ കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ്. അല്ലാതെ അവർ ഒരാളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഉപദ്രവിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവരെ മറച്ചു വയ്ക്കുകയോ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയോ ഒന്നും നമ്മൾ ചെയ്യില്ല. അത് തന്നെയാണ് ഇവിടെയും ചെയ്യാനുള്ളത്. കൃത്യമായി തന്നെ ഗവൺമെൻറ് ഇതിൽ നിലപാടെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നിട്ടുള്ളതും. നമ്മളതിൽ പ്രതീക്ഷിക്കണം. കാരണം ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആളുകളെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ അടച്ചാക്ഷേപിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ പ്രതീക്ഷയോടെ നോക്കുകയും ഈ ജനാധിപത്യ സെറ്റപ്പിൽ അതല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് പാരലായിട്ട് നമുക്ക് സമാന്തരമായിട്ട് ഒരു ജനകീയ വിചാരണ കോടതി ഉണ്ടാക്കിയിട്ട് അവിടെ വിസ്തരിച്ചാൽ മതിയോ? അങ്ങനെ നമുക്ക് ശിക്ഷിക്കാൻ സാധിക്കുമോ? അത് മറ്റേ ഹൈദരാബാദിൽ നടന്ന പോലെ വെടിവെച്ച് കൊല്ലേണ്ട, ഓൺ ദ സ്പോട്ട് വെടിവെച്ച് കൊല്ലേണ്ട പരിപാടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെയും കുറേ പേര് എന്താ പറയുക, ലഡും മാലയൊക്കെ കൊടുക്കുകയുണ്ടായി. അതുപോലെയാണോ ചെയ്യേണ്ടത്? അപ്പോൾ ഒരു ഫെയർ ട്രയൽ തീർച്ചയായും തെറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആരോപിതരായിട്ടുള്ള ആളുകൾക്ക് അനിവാര്യമാണ്. അതാണ് ജസ്റ്റിസ് സിസ്റ്റം. അപ്പോൾ ഇത്രയും നാൾ ഇവരെന്തുകൊണ്ട് പറഞ്ഞില്ല? ഇവർക്കുള്ള ആരോപണങ്ങൾ സിനിമാ മേഖല നിറച്ച് പുഴുക്കുത്താണ്, സിനിമാ മേഖല തകർന്നു പോകുന്നു, CPM ഗെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് CPM കയറി വരാൻ അല്ലെങ്കിൽ ഇടതുപക്ഷം കയറി വരാനുള്ള ശ്രമമാണ്, ഇങ്ങനെയൊക്കെ പറയുന്നത് സത്യത്തിൽ നമുക്ക് വർത്തമാനം പറയാൻ മറ്റു വിഷയങ്ങളൊന്നുമില്ല എന്നതുകൊണ്ട് പറയുന്നതാണ്. ഈ വിഷയത്തെ കൃത്യമായി ആഴത്തിൽ പഠിച്ച് അതിൻ്റെ നിയമപരമായും നീതി നിർവഹണപരമായും കാര്യങ്ങളെ നോക്കി കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് കുറ്റം അതായത് എന്നെ ഉപദ്രവിച്ചു എന്ന് ഞാനാണ് അവിടെ സിനിമയിൽ അഭിനയിച്ച ആളെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ആ സമയത്ത് അത് തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യമായിരിക്കില്ല ഉണ്ടാവുകയുള്ളത്. കൃത്യമായി തന്നെ ഇതിനെപ്പറ്റി പറയാൻ നമ്മൾ ഈ യാത്രയിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും പലരും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും, തൊടുക, മാന്തുക, നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കും. ഞാൻ പോലും അങ്ങനെ ചെയ്യും. ഉടനെ എണീറ്റ് അയാൾ അടിക്കൊന്നുമില്ല, ഞാൻ ഒന്ന് കൈമാറ്റിടോ അല്ലെങ്കിൽ മാറിയിക്കിടോ എന്നൊക്കെ പറയുള്ളൂ. പിന്നെയും അയാൾ ചെയ്യുകയാണെങ്കിൽ വല്ലാതെ സഹിക്കേണ്ടി വരില്ല. കാരണം ഒരു അർദ്ധരാത്രി ആയിരിക്കും, എല്ലാ യാത്രക്കാരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിക്കും. ഇറങ്ങുന്ന സമയത്ത് അയാൾ ഇവിടെ ഇറങ്ങാന്ന് വെച്ചാൽ അയാളോട് ഇറങ്ങാൻ പോകാൻ വെച്ചാൽ അയാളെ ഇറക്കി വിടാൻ പറ്റില്ല കേട്ടോ എന്ന് പറയും കണ്ടക്ടറോട്. മറ്റുള്ളവരെ ശല്യം ചെയ്യാതെയും കൂടിയാണ് ഞാനിത് ചെയ്യാറുള്ളത്. അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെയാണ് ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, അതായത് എനിക്ക് ആ സമയത്ത് ആ സന്ദർഭത്തിൽ പറയാൻ പറ്റില്ല. ചിലപ്പോൾ എൻ്റെ സിനിമാ മോഹം, എൻ്റെ കലാഭിരുചി എല്ലാം ചിലപ്പോൾ എൻ്റെ വീട്ടുകാരെ തുറവി വേണ്ടാന്ന് വയ്ക്കും. അവിടെ പോയി പീഡിപ്പിക്കുകയാണോ എന്ന് നീ പോണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ
അപ്പോൾ ആ കുട്ടി വിചാരിക്കുന്നത് ഈ സിനിമയിൽ അഭിനയിച്ച് അടുത്ത സിനിമയിൽ വരുന്ന സമയത്ത് എനിക്ക് ഒരു സേ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണെങ്കിലോ അല്ലെങ്കിൽ പറയാൻ ഭയമാണെങ്കിലോ അവരുടെ സൈക്കോളജിക്കൽ മാനസികാവസ്ഥയൊന്നും നമുക്കറിയില്ല. അപ്പോൾ അവരെ ബ്ലെയിം ചെയ്യുക, വിക്ടിം ബ്ലെയിം എന്നാണ് ഇവിടെ എല്ലാവരും ആദ്യം തുടങ്ങുന്ന പരിപാടി, സ്ത്രീകളെ കുറ്റപ്പെടുത്തുക എന്നുള്ളത്. ആ പരിപാടി നിർത്തിവെക്കുക. രണ്ടാമതെന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ ഈ ഒരു പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂരിലെ ഞങ്ങളുടെ നടി കൃത്യമായി തന്നെ നിലപാടെടുത്ത് മുന്നോട്ട് വരികയും കേസ് നടന്നുകൊണ്ടിരിക്കുകയും 8ാം പ്രതിയായിട്ടുള്ള ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഈ സർക്കാർ തന്നെയാണ്. അതും കൂടി ആലോചിക്കണം. അപ്പോൾ ആ സന്ദർഭത്തിൽ ഇത്രയും നല്ല ഇൻവെസ്റ്റിഗേഷൻ ടീമൊക്കെ വെച്ചൊന്ന് മുന്നോട്ട് പോയിക്കൊണ്ട സന്ദർഭത്തിൽ ഇങ്ങനൊരു സംവിധാനം ഉണ്ടായപ്പോൾ ഇപ്പോഴും പലരും പുറത്തു വന്ന് പറഞ്ഞിട്ടില്ല, പ്രമുഖ നടികളൊന്നും എത്തിയിട്ടില്ല. എന്നാൽ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. ആരും പ്രമുഖരോ അല്ല എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ജനപ്രിയ നടികളൊന്നും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അവർക്കൊക്കെ ഹറാസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയുകയും ചെയ്യാം. പലരും നമ്മൾ സുഹൃത്തുക്കളാണ്. പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലതും പുറത്ത് പറയാൻ പറ്റില്ല, കാരണം ഓരോരുത്തരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യമാണ്. ഹേമ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കൂ, ഞങ്ങൾ ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങൾ വായിച്ചിരിക്കട്ടെ, അതൊന്നല്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഒരു ആളുടെ ഇപ്പോൾ എത്രയോ ജനകീയ അന്വേഷണ കമ്മിറ്റികൾ വയ്ക്കുന്നു. അതിൽ മുഴുവൻ റിപ്പോർട്ടുകൾ വേണ്ട ആൾക്കാർക്ക്, അല്ലാതെ തേർഡ് പേഴ്സണ് കൊടുക്കാറേയില്ല. ശരി, അത് പബ്ലിക് ഡോക്യുമെൻ്റ് ആകുന്ന സമയത്ത് മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വേണ്ടത് ഒരുപക്ഷെ നല്ല ചുമയുണ്ട്, അപ്പോൾ അതുകൊണ്ട് അടുത്ത സിറ്റിങ്ങിൽ ഇരിക്കാൻ പറ്റില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗവൺമെൻറ്, ഒരു വിൽപ്പവറുള്ള ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഇത്രയും ഭൂരിപക്ഷവും ഒക്കെയുള്ള ഗവൺമെൻറ് ചെയ്യേണ്ടത് ഒരു നിയമനിർമ്മാണം അനിവാര്യമായി നടത്തുക എന്നുള്ളതാണ്. ഇവിടെ 2 പ്രശ്നങ്ങളുണ്ട് അഭിലാഷ്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, സൈബർ മേഖലയിൽ ഒരുപാട് ക്രൈം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സൈബർ മേഖലയിൽ ക്രൈം ചെയ്യുന്ന ആളുകളെ കിട്ടലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരം ആളുകൾ, പ്രത്യേകിച്ച് ഈ എന്താ പറയുക, മനുഷ്യൻ്റെ നേരെ നടത്തുന്ന ട്രേഡും കോമേഴ്സും അല്ലാതെ മനുഷ്യരുടെ നേരെ നടത്തുന്ന അതിക്രമങ്ങളെ നേരിടാനുള്ള ശക്തമായ നിയമമില്ല. 2000 ഉണ്ടാക്കിയിട്ടുള്ള സൈബർ നിയമം വളരെ പരിമിതമാണ്. അത് ഇ കോമേഴ്സിനും ഇ ട്രേഡിങ്ങിനും വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. അതിൽ വളരെ കുറച്ച് സെക്ഷൻസ് ഉണ്ട്, ശരിയാണ്, പക്ഷെ അത് പോരാ. അപ്പോൾ സൈബറും കൂടി ഉൾപ്പെടുന്ന തരത്തിലുള്ള ഒരു വലിയ നിയമനിർമ്മാണം വേണം. അതിൽ സിനിമ മാത്രമല്ല, നോക്കൂ, നമ്മുടെ നാട്ടിലൊരു തിരുവാതിരക്കളി സംഘത്തെ നിങ്ങൾ കൊണ്ടുപോയി ഒരു തിരുവാതിര കളിപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഹറാസ്മെൻറ്റോ, സ്കൂളിൽ നിന്ന് കുട്ടികളെ യുവജനോത്സവത്തിന് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഹറാസ്മെൻറ്റോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സമഗ്രമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തണം. അത് കോൺക്ലേവ് നടത്തിയത് കൊണ്ട് കാര്യമില്ല. കോൺക്ലേവ് എപ്പോഴാണ് നടത്തുന്നത്? കോൺക്ലേവ് നടത്തുന്ന നിയമത്തിന് മുൻപ് നടത്തുന്ന ഒരു വലിയ പരിപാടിയായിട്ടാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് കാണാം. അതൊരു നിയമനിർമ്മാണത്തിലേക്ക് ബി ജയരാജ്, ഇവിടെ മുകേഷിന്റെ കാര്യത്തിൽ, മുകേഷ് നോക്കൂ, ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹം ചമച്ച ന്യായം എന്താണ്? ഞാൻ CPM-ന്റെ MLA ആണ്, CPM-ന്റെ MLA ആയതുകൊണ്ടാണ് എനിക്കെതിരെ ആക്ഷേപം വന്നതെന്നാണ്. 3 പരാതി വന്നു ഇതിനോടകം എന്നാലോചിക്കണം. പരാതി വന്ന മറ്റാരും അവരുടെ രാഷ്ട്രീയ മേൽവിലാസം ഉപയോഗിച്ചില്ല, മുകേഷ് ഉപയോഗിച്ചു. അദ്ദേഹം ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അദ്ദേഹം ചെങ്കൊടി പിടിച്ചു നിൽക്കുന്ന പടമാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത് ആദ്യം, അല്ലാതെ സിനിമയിൽ അഭിനയിക്കുന്ന പടമോ മറ്റ് ഏതെങ്കിലും പടമോ അല്ല. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ തനിക്കെതിരെ ഉയർന്ന ആരോപണത്തിന്റെ പരിചയാക്കുമ്പോൾ ആ പാർട്ടിക്കാരല്ലേ പറയേണ്ടത് ഞങ്ങളുടെ കൊടി ഇമാതിരി തോന്നിവാസത്തിന് ഉപയോഗിക്കാനുള്ളതല്ല എന്ന്? അതെന്തുകൊണ്ടാണ് CPM-ന് പറയാൻ പറ്റാതെ പോകുന്നത്? ശ്രീ അഭിലാഷ്, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും നടന്നിരുന്നു. പിന്നെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന്. ഇപ്പോൾ BJP-യുടെ പ്രതിനിധി ഇവിടെ പറയുകയുണ്ടായി, പിന്നെ ഈ പീഡനങ്ങളെക്കുറിച്ചൊക്കെ. ഈ ബ്രജ്ഭൂഷണും ഈ മെഡൽ മേടിച്ച നമ്മുടെ താരങ്ങൾ, ബഹുമാനപ്പെട്ട താരങ്ങളുമൊക്കെ ഏത് രീതിയിലാണ് BJP ട്രീറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ മുഴുവൻ ആളുകളും കണ്ടതാണ്. അവരവസാനം മെഡലുകളൊക്കെ എടുത്തെറിയുകയും ഷൂ അഴിച്ചു വയ്ക്കുകയും വരെ ചെയ്തതാണ്. എന്നിട്ട് ഫോഗട്ടിന് എന്ത് സംഭവിച്ചെന്ന് ഇനി അന്വേഷണം നടത്തേണ്ടുന്ന കേസാണ്. അതാണ് അവിടെ നടക്കുന്നത്. പിന്നെ കോൺഗ്രസ്സുകാരുടെ സദാചാര പ്രവർത്തനത്തിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതിനെ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. അതിനെയൊക്കെ സ്വന്തം കണ്ണിൽ കോല് കിടക്കുന്നു, അതെടുക്കാതെ അന്യൻ്റെ കണ്ണിനെ കരടിനെ കുറിച്ചാണ് വളരെ വാചാലരാകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഉണ്ടാകുന്ന എല്ലാ ആക്രമണങ്ങളും പറയുന്നു എന്നുള്ളതല്ല. കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഇത് നോക്കിയിരിക്കുകയാണ്. ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ MLA, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മേൽവിലാസം, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കൊടി, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് ഇതുപോലെ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന കാര്യം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് എന്ത് പറയുന്നു, BJP എന്ത് പറയുന്നു എന്നുള്ളത് അതിൽ പ്രസക്തമല്ല. ജനങ്ങളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ എനിക്കറിയാവുന്നവരനുസരിച്ച് കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ അതിശക്തമായി അതിൽ സ്ത്രീജനങ്ങൾ മാത്രമല്ല മുഴുവൻ ആളുകളും മുകേഷിനെതിരെയാണ് സംസാരിച്ചതെന്നാണ്.
അതിനെ തുടർന്നുള്ള റിപ്പോർട്ടുകൾ മേളിലോട്ട് പോയിട്ടുണ്ട്. അതിനനുസരിച്ച് ഒരു ധാർമ്മികതയുടെ ഒരു അംശമുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഒരു മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ധാർമ്മികമായിട്ട് രാജിവെക്കുക. ഇപ്പോൾ ഇതിനകത്ത് രണ്ട് വശങ്ങളാണ്. രാജിവെച്ച് കഴിഞ്ഞാൽ കുറ്റക്കാർ, രാജിവെച്ചില്ലെങ്കിൽ കുറ്റക്കാർ. രാജിവെക്കാനും പറ്റില്ല, രാജിവെക്കാതിരിക്കാനും പറ്റില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അന്വേഷണത്തിൻ്റെ ഒരു സാവകാശം. എന്തായാലും നല്ലൊരു ടീമാണല്ലോ അന്വേഷിക്കുന്നത്. 4 വനിതാ IPS ഓഫീസർമാർ. അവരുടെ കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ലല്ലോ. പ്രതിയാണെന്നുണ്ടെങ്കിൽ, അതിൽ കുറ്റം തെളിയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെ കുറ്റാരോപിതനാണെങ്കിൽ രാജിവെക്കണമെന്ന് തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. അതിനി കോടതിയിൽ പോയി മാസങ്ങളോളം നിൽക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ഒരു ഇതുണ്ട്, അങ്ങനെ ഒരു ടൈൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒരാൾ പോലും, കേരളത്തിൽ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യത്തില്ല. വിശിഷ്യ ഇടതുപക്ഷം ഒട്ടും സപ്പോർട്ട് ചെയ്യത്തില്ല. കാര്യം ഈ 100 സ്ത്രീകൾ ഇപ്പോൾ ഒപ്പിട്ട് കൊടുത്തത് 100 സ്ത്രീകളെന്ന് മാത്രമല്ല, കേരളത്തിലെ ജനസമൂഹം മൊത്തം ഇത്തരത്തിലുള്ള എന്താണ് പറയുന്നത്, സ്ത്രീലമ്പടന്മാർക്കെതിരെ തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൻ്റെ ഒരു വിഷയമൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അഥവാ ആരോപണങ്ങൾ തെളിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാജിവെച്ച് പോകേണ്ടതാണ്. അതിന് മുമ്പേ തന്നെ നമുക്കല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസിഡൻസ് വേണം. നേരത്തെ ആരെങ്കിലും MLA സ്ഥാനത്ത് നിന്ന് ഇങ്ങനെ ഒരു ആരോപണം, നമ്മൾ AK ശശീന്ദ്രൻ്റെ ഒരു എക്സാമ്പിൾ കണ്ടതാണല്ലോ. ഒരു ഹണി ട്രാപ്പിൽ ഒരു ചാനലുകാരെ പെടുത്തിയിട്ട് അതിനുശേഷം പിന്നീട് രാജിവെച്ച് പുറത്തു പോവുകയും പിന്നീട് വീണ്ടും തിരിച്ചു വരികയൊക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബ്ലാക്ക് മെയിലിംഗ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തട്ടെ. ഞാനതൊന്നും വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ എന്തായാലും ഫെയറായിട്ടൊരു അന്വേഷണം നടക്കട്ടെ. അതിനൊരു മര്യാദയെങ്കിലും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ കൊടുക്കാതെ അതിനു മുമ്പേ നടന്നിട്ട് നമ്മൾ റോഡിലിറങ്ങി ഉറഞ്ഞു തുള്ളിയിട്ട് കാര്യമൊന്നുമില്ല. ഉറഞ്ഞു തുള്ളുന്നതിന് മുമ്പിൽ സ്വന്തം സൈഡ് കറക്റ്റാണോ എന്നുള്ള കാര്യം, സ്വന്തം സൈഡിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലെ സ്ത്രീകളോട് എങ്ങനെയാണ് അവരുടെ രാഷ്ട്രീയ യജമാനന്മാർ കാണിക്കുന്നതെന്നുള്ള കാര്യം കൂടെ കണ്ണു തുറന്നൊന്ന് നോക്കിക്കാണുക. മുമ്പ് നടന്നിട്ടുള്ള ഓരോ സംഭവങ്ങളെ ഇഴകേറി പരിശോധിക്കുക. അതിനുശേഷം മാത്രം അഭിപ്രായം പറയുക. അല്ലാതെ ഞങ്ങളെല്ലാം എന്ന് പറയുന്ന ശരി. അഡ്വക്കേറ്റ് ഷുക്കൂർ, ഇവിടെ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ബലാത്സംഗ കേസിൽ പ്രതിയാകുന്ന ആദ്യത്തെ സിറ്റിംഗ് CPM ജനപ്രതിനിധിയാണ് മുകേഷ്. അതുകൊണ്ട് ആ പാർട്ടിക്ക് കീഴ്വഴക്കമില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. മറ്റുള്ളവരൊക്കെ മറ്റു പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചവരാണ്. അവരുടെ മന്ത്രിസ്ഥാനവും മറ്റുമൊക്കെ രാജിവെച്ചിട്ടുണ്ട്, MLA സ്ഥാനം രാജിവെച്ചിട്ടുള്ള ശരിയാണ്. CPM എന്ന പാർട്ടി ഇതം പ്രഥമമായിട്ടാണ് അവരുടെ ഒരു ജനപ്രതിനിധിയെ ഇങ്ങനെ ഒരു കേസിൽ പ്രതിയാക്കുന്ന സാഹചര്യത്തെ നേരിടുന്നത്. നോക്കൂ, ഒരു MLA, അദ്ദേഹം ഇപ്പോൾ കോടതിയിൽ പോയി താൽക്കാലികമായ അറസ്റ്റിൽ നിന്ന് വിടുതൽ നേടിയിരിക്കുകയാണ്. 3 കേസുകളാണ്, അന്വേഷണം നടക്കുകയാണ്. ഇനി അതിൽ കൂടുതൽ വരുമോ എന്ന് നമുക്കറിയില്ല. ഇങ്ങനെ നീതിയും നിയമവും ഉറപ്പാക്കേണ്ട ഒരു സംവിധാനത്തിൻ്റെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ നടക്കേണ്ടി വരിക എന്ന് പറയുന്നത് അത് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ആളുകളുടെ ഗതികേടാണ്. അഭിലാഷ് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല. ഞാൻ വളരെ പ്രധാനപ്പെട്ട സംഗതി, ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് ഈ സംഗതി ഇവിടം വരെ എത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് വലിയ തോതിൽ ആൾക്കാർ ആവശ്യപ്പെട്ടത് ആ കമ്മിറ്റിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്യണമെന്നായിരുന്നു. ഈ സെക്ഷൽ ഹറാസ്മെന്റിൽ സൊമോട്ടോ കേസ് എടുക്കണമെന്നായിരുന്നു. നിയമപരമായി സാധിക്കാത്തൊരു കാര്യമാണെന്ന് പല നിയമരംഗത്തിലോ പലരും പറഞ്ഞു. കാരണം കൃത്യമായ മൊഴിയില്ലാതെ FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല, അന്വേഷണം കഴിയില്ല. ആ ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നത് എന്താ, നിങ്ങൾ പരാതിയുമായി വരൂ. പരാതിയുമായി വരുന്ന ഇരകളോടൊപ്പം തന്നെയാണ് സ്റ്റേറ്റ് നിൽക്കുന്നത്, ഗവൺമെന്റ് നിൽക്കുന്നത്, CPM നിൽക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വളരെ വ്യക്തമായ നിലപാടാണ്. ആ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിച്ചിട്ടാണ് ഇന്ന് വിക്ടിമൈസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇതിന് വിധേയമാക്കപ്പെട്ട സ്ത്രീകൾ വന്ന് മൊഴി കൊടുക്കാൻ കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചിട്ടാണ്. അവർ ഓരോരുത്തരും ആവർത്തിച്ച് പറയുന്ന കാര്യം ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയിൽ വിശ്വാസമുണ്ടെന്ന് തന്നെയാണ്. ആ വിശ്വാസം ഉറപ്പിച്ചു നിർത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിയും, അദ്ദേഹത്തിന്റെ പാർട്ടി കഴിയുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മളൊരു കാര്യം, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കിയ സമയത്ത് വലിയ വിമർശനം വന്നല്ലോ, അവിടെ എന്തിനാണ് മൊഴിയെടുക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ വിവരങ്ങളിലേക്ക് വരാൻ ഒരു ഇടവേള എടുക്കേണ്ട സമയം അതിക്രമിച്ചതുകൊണ്ടാണ്. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് വേണ്ടി ശ്രീ സജി നന്ദിയാട്ട്, സിനിമയാകെ കുഴപ്പം എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നില്ല എന്ന് മാത്രമല്ല, ഒരു കുറ്റകൃത്യങ്ങളും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മാതൃകാപരമായി സിനിമ എടുക്കുന്ന സംവിധായകരെക്കുറിച്ചും ക്യാമറമാന്മാരെക്കുറിച്ചും റിപ്പോർട്ട് പരാമർശിക്കുന്നുണ്ട്, പ്രത്യേകം അതിനെ അഭിനന്ദിക്കുന്നുമുണ്ട്. പിന്നെ എന്താണ് റിപ്പോർട്ട് പറയുന്നത്? സിനിമയുടെ ഭാഗമായി സിനിമാ യൂണിറ്റുകൾക്കകത്ത് നടക്കുന്ന ചില കുറ്റകൃത്യങ്ങളെക്കുറിച്ചാണ്. അതിനർത്ഥം സിനിമയാകെ കുറ്റകൃത്യമെന്നല്ല. അപ്പോൾ ആ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാകണം. ആ കുറ്റകൃത്യങ്ങൾ ഇല്ലാതെ മലയാള സിനിമയെ ശുദ്ധീകരിക്കണം. ഒരു വ്യവസായം എന്നുള്ള നിലയിലും ഒരു തൊഴിലിടം എന്നുള്ള നിലയിലും സിനിമയിലെ പുഴുക്കുത്തുകൾ ഇല്ലാതാകണം എന്ന അർത്ഥത്തിലുള്ള ഒരു നവീകരണ പ്രക്രിയ നടക്കുമ്പോൾ എന്തിനാണ് ഈ സിനിമക്കാരൊക്കെ ബേജാറാവുന്നത്? താങ്കളെപ്പോലുള്ള ആളുകളൊക്കെ അതിനെ എതിർക്കുന്നത് എന്തിനാണ്? നടക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കോൾ കട്ടായി എന്ന് എനിക്ക് PCR-ൽ നിന്ന് വിവരം കിട്ടുന്നുണ്ട്. അത് കണക്ട് ചെയ്തതിന് ശേഷം ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീമതി വീണ എസ് നായർ, താങ്കൾക്ക് കേൾക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇപ്പോൾ
സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാം. ചെയ്യും എന്ന് പറയുന്നു. ഓക്കെ, ചെയ്യട്ടെ എന്നുള്ളതാണ്. ഇവിടെ മുൻപ് കീഴ്വഴക്കമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്ത് ഈ റിപ്പോർട്ടിന് ശേഷം പുതുതായി ഞാൻ ചൂഷണം നേരിട്ടു എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ആളുകളുണ്ട്. ഇതുവരെ അത് പറയാൻ പറ്റില്ലായിരുന്നു, ഒരുപക്ഷെ കൊന്നുകളയുമെന്ന് ഭയമായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ നീതി നടപ്പാക്കപ്പെടുമെന്നൊരു തോന്നൽ ഉണ്ടായ ഘട്ടത്തിലാണല്ലോ ആളുകൾ ധൈര്യപൂർവ്വം വരികയും പറയാൻ സന്നദ്ധരാവുകയും ഒക്കെ ചെയ്യുന്നത്. ഒരുപക്ഷെ ഹേമ കമ്മീഷന് മുമ്പിൽ മൊഴി കൊടുത്തിട്ടുള്ള കൂടുതൽ ആളുകൾ പരാതി നൽകാൻ സന്നദ്ധമായേക്കാം. അങ്ങനെയാണെങ്കിൽ ആ ചൂഷണം കൂടി ശിക്ഷിക്കപ്പെടുമെന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെയുള്ള ഘട്ടത്തിൽ കുറ്റവാളികൾക്കൊരു തണലുണ്ട് എന്ന തോന്നൽ ഉണ്ടാവുന്നത് ഈ മുന്നോട്ട് വരുന്ന ആളുകളെ തന്നെ നിരുത്സാഹപ്പെടുത്തില്ലേ? 100% തീർച്ചയായും. എന്താണെന്നറിയോ, ഒരു വശത്ത് ശ്രീ മുകേഷിനെ തഴുകുന്ന അതേ കൈകൾ കൊണ്ട് തന്നെയാണ് ഇരയാക്കപ്പെട്ടിട്ടുള്ള പെൺകുട്ടികൾ അവരെ നേരിട്ടിട്ടുള്ള യാതനകൾ പറഞ്ഞ് പുറത്തു വരുന്ന ആ പെൺകുട്ടികളെയും സർക്കാർ തലോടാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അടിവരയിട്ട് പറയട്ടെ, ആ സർക്കാരിൻ്റെ കൈകൾ ചീഞ്ഞതും അളിഞ്ഞതും നീതിയുക്തമല്ലാത്തതുമാണ്. ഇവിടെ പലരും പറയുന്നത് കേട്ടു, സർക്കാർ ഇവിടെ നീതി നടപ്പിലാക്കുമെന്ന്. അങ്ങനെ നീതി നടപ്പിലാക്കണമെന്ന് ഒരല്പമെങ്കിലും ധാർമ്മിക ബോധമുള്ള ഒരു സർക്കാരായിരുന്നുവെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് 4.5 വർഷക്കാലത്തിലധികം ഇരുട്ട് മുറിക്കുള്ളിൽ പൂട്ടിവെക്കില്ലായിരുന്നു. ഇനി അത് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പുറത്തുവിടേണ്ടി വന്നപ്പോഴോ, പുറത്തുവിട്ടത് എത്ര പേജുകളാണെന്ന് നമ്മൾ കണ്ടു. ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞതിലും അധികം പേജുകൾ ഇപ്പോഴും നമുക്ക് അജ്ഞാതമാണ്. അപ്പോൾ ആ പേരുകൾ, ചില പേരുകളെ സംരക്ഷിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ അത്യാവശ്യമായിരുന്നു, അത്യന്താപേക്ഷിതമായിട്ടുള്ള. അപ്പോൾ ആ പേരുകളെ സുരക്ഷിതമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പോക്സോ ഒഫൻസ് അടക്കം നടന്നിട്ടുണ്ട് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞു വെക്കുമ്പോൾ ആ പോക്സോ വിക്ടിംസിന് പോലും നീതി നിഷേധിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ 4.5 കൊല്ലക്കാലത്തിലധികം ഉണ്ടായത്. ഈ 4.5 കൊല്ലക്കാലത്തിനധികം എത്രയോ പെൺകുട്ടികൾ വീണ്ടും വീണ്ടും സിനിമാ മേഖലയിൽ പീഡനത്തിന് വിധേയരായിട്ടുണ്ടാകും. ഈ കാര്യങ്ങൾ ഒരേ സമയം ഞാൻ പറഞ്ഞില്ലേ, മുകേഷിനെ തലോടുന്ന അതേ കൈകൊണ്ട് തന്നെയാണ് ഈ വിക്ടിംസ് ആയിട്ടുള്ള സ്ത്രീകളെ തഴുകാനും സർക്കാർ ശ്രമിക്കുന്നത്. നമുക്കറിയാം, അതിജീവിതയായിട്ടുള്ള നടിയുടെ കേസിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു സ്റ്റേജിൽ അതിജീവിതയായിട്ടുള്ള നടിയെ കൊണ്ടുവന്നിരുത്തിയപ്പോൾ കേരളം മുഴുവൻ വലിയ ലൗഡ് അപ്ലോസ് ആയിരുന്നു ഈ സർക്കാരിന്. പക്ഷേ ആ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്ത് ഒരേ സമയം ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പം, അതായത് സർക്കാർ ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും ഒരുമിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ സിനിമയിൽ പോലും ഓസ്കാർ കിട്ടിയിട്ടുള്ള താരങ്ങളെക്കാളും മികച്ച അഭിനേതാക്കളാണ് ഇവിടുത്തെ സർക്കാരിനെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നതെന്നല്ലാതെ എന്താണ് ഒരു സാധാരണ വ്യക്തിക്ക് പറയാൻ സാധിക്കുക? ഈ ഇരകളാക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ കുറേ പേര് പ്രത്യാശയോടുകൂടി വരുന്നുണ്ട്, ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. പക്ഷെ ഞാനൊരു വസ്തുത പറയട്ടെ, ഇവരിൽ ചിലരെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, സർക്കാർ ഇതിനെ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്, മാധ്യമങ്ങൾ ഇതിന് പിന്നാലെ പോകുന്നുണ്ട്, ദിസ് ഇസ് ഹൈ ടൈം, ഈ സമയത്ത് ഞങ്ങൾ മിണ്ടിയില്ലെങ്കിൽ ഇനി ഒരിക്കലും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു ശുദ്ധീകരണം നടക്കില്ല എന്നുള്ള ബോധം, അതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ കൂടി ഭാഗമാണെന്ന് ഞാൻ ഉറച്ചു വെച്ചു. കാരണം സിനിമ ഒരു തൊഴിൽ മേഖലയാണ്. ഇന്ന് എനിക്ക് നേരിട്ടത് ഇനി നാളുകളിൽ വരുന്ന പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വരരുത് എന്ന് വിശ്വസിക്കുന്ന എത്രയോ സ്ത്രീകൾ ഇതേ കാരണം പറഞ്ഞുകൊണ്ട് തന്നെ ചാനലുകളിൽ വന്നിരുന്ന് അവർ നേരിട്ടിട്ടുള്ള ആ പീഡനങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ സർക്കാരിൽ വിശ്വാസം എന്നല്ല, വിശ്വാസമൊക്കെ നമ്മൾ ആലങ്കാരികമായിട്ട് പറയും, വിശ്വാസം ഉണ്ട് എന്ന് പറയാം, അല്ലാതെ ഇപ്പോൾ സർക്കാരിനെ വിശ്വാസം ഇല്ല എങ്കിലും ഞാൻ ഇതൊക്കെ തുറന്നു പറയുകയാണെന്ന് ഒരിക്കലും ഒരു സ്ത്രീയും പറയില്ല. ഏതെങ്കിലും തരത്തിൽ നീതി കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ളത് തന്നെയായിരിക്കും അവരുടെ താല്പര്യം. പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, എനിക്ക് നേരിട്ടത് ഇനി ഒരു പെണ്ണിന് നേരിടേണ്ടി വരരുത് എന്നുള്ള ചിന്ത തന്നെയാണ് ഭൂരിഭാഗം പേരെയും മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായും. ഓക്കെ, അതാണ് അവിടെ ഒരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ്. ഡോക്ടർ ജയരാജ്, അങ്ങനെ നോക്കുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച്, പരാതിക്കാരെ സംബന്ധിച്ച് ആത്മവിശ്വാസം ഉണ്ടാക്കൽ കൂടി സർക്കാരിൻ്റെ ബാധ്യതയാണ്. സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കും അക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. ഇന്നിപ്പോൾ CPM-ൻ്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്ന് മുകേഷ് രാജിവെക്കേണ്ടെന്ന് തീരുമാനിക്കുകയാണ്. നോക്കൂ, ഒരു പാർട്ടിയിൽപ്പെട്ട ആദ്യമായി ബലാത്സംഗ കേസിൽ പ്രതിയാവുന്ന ഒരു MLA CPM-ൻ്റെ സെക്രട്ടേറിയറ്റ് ചേർന്ന് ബലാത്സംഗ കേസിൽ കുറ്റാരോപിതനായിരിക്കുന്ന കേസെടുക്കപ്പെട്ട, ബലാത്സംഗ കേസ് ചുമത്തപ്പെട്ട MLA രാജിവെക്കേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ അത് കൊടുക്കുന്ന സന്ദേശം എന്ത് എന്നുള്ളത് പ്രശ്നമാണ്. ഒരു മെസ്സേജ് അയച്ചെന്നുള്ള പേരിൽ
CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ശ്രീ വരദരാജൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ പുറത്താക്കിയിട്ട് പിന്നീട് അദ്ദേഹം മരിച്ചു കിടന്നത് മദ്രാസിലെ ചെന്നൈയിലെ ഒരു കുളത്തിലാണ്. അങ്ങനെ വരെ ഒരു മെസ്സേജിന്റെ പേരിൽ വരെ നടപടിയെടുത്തിട്ടുള്ള പാർട്ടിയാണ് CPIM എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഇവിടെ ബുദ്ധിമുട്ട് എന്നുള്ളതാണ് ചോദ്യം. മുകേഷ് ഉന്നയിച്ച മുകേഷിന്റെ കയ്യിൽ തെളിവുകളുണ്ടായിരിക്കാം. ഇത് ഒരു ബ്ലാക്ക് മെയിലിംഗിന്റെ ആംഗിളും ഞാൻ നേരത്തെ ഹണി ട്രാപ്പ് സൂചിപ്പിച്ചത് അതുകൊണ്ടാണ്. അതുപോലെ ബ്ലാക്ക് മെയിലിംഗിന്റെ ഒരു ആംഗിൾ പലതരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ബ്ലാക്ക് മെയിലിംഗ് ഓൺലൈൻ മാധ്യമങ്ങൾ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നുണ്ട്. എറണാകുളത്ത് ആരോപണം ഉന്നയിച്ച സിനിമാ പ്രവർത്തകയായ സ്ത്രീക്കെതിരെയാണ്. ആ പരാതി മാത്രമല്ല മുകേഷ് നേരിടുന്നത്. ഒരു ഷോയുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ടെലിവിഷൻ ഷോകളിൽ ഒന്നിന്റെ ആങ്കറായിരുന്നു മുകേഷ്. അതിന്റെ പ്രോഗ്രാം സൈഡിലുണ്ടായിരുന്ന, പ്രൊഡ്യൂസർ സൈഡിലുണ്ടായിരുന്ന യുവതി 2018 മുതൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അവർ ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. 3 പരാതികളാണ് മുകേഷിനെതിരെ ഉള്ളത്. അതിൽ ഒരു പരാതിക്കാരിക്കെതിരെയാണ് പണം ചോദിച്ചു എന്ന ബ്ലാക്ക് മെയിലിംഗ് കംപ്ലൈന്റ് മുകേഷ് കൊടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പരാതിക്കാരിയുടെ കാര്യം പറയാം. രണ്ടാമത്തെ പരാതിക്കാരിയുടെ പരാതി എന്താണ്? 2015 അവരുടെ ഒരു കൂട്ടുകാരിയെ പീഡിപ്പിച്ചതായിട്ട് അവരോട് പറഞ്ഞു. പക്ഷേ ആ കൂട്ടുകാരിയുടെ വേറബോട്ട്സ് ഒന്നും ഇപ്പോഴറിയാൻ വയ്യ എന്ന് പറഞ്ഞിട്ടാണ് TV ചാനലുകളുടെ മുമ്പിൽ എന്ത് ഗ്രൗണ്ട്സിലാണ് ഇവരെ ഇങ്ങനെ പബ്ലിക്കലി ഇവരിങ്ങനെ വന്ന് പറയുന്നത്? എൻ്റെ ഒരു കൂട്ടുകാരിയെ പീഡിപ്പിച്ചതായിട്ട് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ ആ കൂട്ടുകാരിയെ എവിടെയാണെന്നോ എന്താണെന്നോ അഡ്രസ്സ് എന്താണെന്നോ എന്നറിയത്തില്ല. ഇപ്പോൾ ഇന്ന് രഞ്ജിത്തിനെതിരെ വന്നേക്കുന്ന രണ്ടാമത്തെ ആരോപണം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതായത് ഒരു പുരുഷനാണോ വന്നിരിക്കുന്നത്, പുരുഷനാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് എനിക്കറിയില്ല. വേറൊരു സിനിമയിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് അങ്ങനെ ചെയ്തു. അപ്പോൾ കൂടെ ആരുണ്ടായിരുന്നു? കൂടെ ഭാര്യ ഉണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ആവശ്യപ്പെട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അത് വേറെ രീതിയിലുള്ള ആരോപണം അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ ഇതിനകത്ത് ഏതാണ് സത്യം ഏതാണ് അസത്യം എന്നൊക്കെ അന്വേഷണത്തിലൂടെ മാത്രമേ തെളിയത്തുള്ളൂ. അങ്ങനെ വല്ലാത്തൊരു സന്നിഗ്ധാവസ്ഥയിലാണ്. ഇപ്പം നമ്മൾ അതിനെ വിധിക്കേണ്ട കാര്യം കേൾക്കുന്ന ഉടനെ കയ്യിൽ എണ്ണയും തേച്ച് കറക്കാൻ ഇറങ്ങുകയും ചെയ്യുന്ന ഒരു സമീപനം നമുക്ക് പറ്റില്ലല്ലോ. അന്വേഷണം വളരെ കൃത്യമായി നടക്കണം. ആ അന്വേഷണത്തിന് വഴിയൊരുക്കാൻ ഓരോ പദവികളിലുള്ള ആളുകൾ ആ പദവികളിൽ നിന്ന് മാറി നിൽക്കുക എന്ന യുക്തമായ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതല്ലാതെ ഇവർക്കെതിരെ ആരോപണം ഉയർന്നതുകൊണ്ട് ഇവരെ ഇപ്പോൾ തന്നെ ശിക്ഷിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ തൂക്കിക്കൊല്ലണമെന്നില്ല. അവർക്ക് പറയാനുള്ള അവരുടെ സൈഡ് കൂടി കേട്ട് എന്താണോ ഇന്ത്യൻ നിയമം അനുശാസിക്കുന്നത് അതനുസരിച്ചുള്ള നടപടികൾ മതി. പക്ഷേ അതിന് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണമല്ലോ. കുറ്റാരോപിതരായ ആളുകളെ പോലെ തന്നെ കുറ്റം ആരോപിക്കുന്ന ആളുകൾക്കും അവർക്ക് ഈ സിസ്റ്റത്തിൽ വിശ്വാസം ഉണ്ടാവണമല്ലോ. അവിടെ ശ്രീ ഗണേഷ്, ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഈ സിനിമയിൽ ഏറ്റവും പ്രബലനായ അല്ലെങ്കിൽ മലയാള സിനിമയെ നയിച്ചുകൊണ്ടിരുന്ന ആളെ തന്നെ ഞങ്ങൾ 90 ദിവസം ജയിലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വഴങ്ങിയിട്ടില്ല. ഞങ്ങളുടെ സർക്കാരാണ് നടിമാരെ കേട്ട്, നടിമാരെ മാത്രമല്ല മറ്റ് വനിതാ സാങ്കേതിക പ്രവർത്തകരടക്കമുള്ള വനിതകളെ കേട്ട് ഈ കമ്മിറ്റിയെ നിയോഗിച്ചത് എന്ന് പറയാൻ സർക്കാരിന് പറ്റും. സർക്കാരിന് അതിന് എന്താ പറയുക, അങ്ങനെ ഒരു ആത്മാർത്ഥത ഉണ്ട് എങ്കിൽ എന്താണ് മുകേഷിൻ്റെ കാര്യത്തിൽ, എന്താണ് രഞ്ജിത്തിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടായത്? അവരെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ? വലിയ ശക്തമായിട്ടുള്ള പ്രക്ഷോഭവും വലിയ ശക്തമായിട്ടുള്ള ജനകീയ രോഷവും ഉയരുമ്പല്ലേ ഒരു നടപടി മാറ്റുന്നത്? ഇവിടെ ഡോക്ടർ ജയരാജ് വളരെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ് ഇങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ ഉള്ളിൽ ഇത്രയേറെ വലിയ സംഭവങ്ങൾ നമ്മൾ തന്നെ കേൾക്കുന്നില്ലേ? മലയാള സിനിമയിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള സ്ത്രീ സെക്ഷൽ ഹരാസ്മെൻ്റ് ആരോപണങ്ങൾ, അതുപോലെ മാഫിയ ആരോപണങ്ങൾ, എന്താ പറയുക, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം അന്വേഷിക്കപ്പെടട്ടെ. എന്തിനാണ് സർക്കാർ അന്വേഷിക്കാൻ പേടിക്കുന്നത്? സർക്കാർ എന്തിനാണ് ഇവരെ പേടിക്കുന്നത് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. സർക്കാരിന് പേടിയുണ്ടോ? ഇവരെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് സർക്കാരിന് എന്താണ് നഷ്ടപ്പെടുന്നത്? അപ്പം ഞാൻ ചെയ്യട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പുറത്തു വന്ന് അത് സർക്കാരിന് മേന്മ കൂട്ടുകയാണെങ്കിൽ സർക്കാർ അത് ചെയ്യാൻ തയ്യാറാവുകയല്ലേ വേണ്ടത്. പക്ഷേ ഇവിടെ സർക്കാർ അവരെ ഈ സംരക്ഷിക്കുന്ന നടപടികളാണ്, ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുന്ന നടപടികളാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇവരെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശ്വാസികൾ ഈ മുകേഷിനെ പോലെയുള്ള ആളുകൾക്ക് ഉണ്ട്, രഞ്ജിത്തിനെ പോലെയുള്ള ആളുകൾക്ക് ഉണ്ടായതുകൊണ്ടാണ് അവർ രാജിവെക്കാതെ പിടിച്ചു നിൽക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവർ ന്യായീകരിക്കുകയാണ്, എന്നിട്ട് വന്ന് ന്യായീകരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ CPM-ൻ്റെ ഉള്ളിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടില്ലേ, തീവ്രത അളക്കുന്ന, പീഡനത്തിൻ്റെ തീവ്രത അളക്കുന്ന, അങ്ങനെയെങ്കിലും പറയാൻ ഇവരുടെ വനിതാ നേതാക്കന്മാർ തയ്യാറായിട്ടുണ്ടോ? പീഡനത്തിന് തീവ്രതയെങ്കിലും അളക്കുന്ന കാര്യത്തെക്കുറിച്ച് അതുപോലും പറയാൻ തയ്യാറല്ല. കാരണം അതാണ് ഇവരുടെ ഈ കാര്യത്തിലുള്ള സമീപനം. പാർട്ടിയുടെ നേതാക്കന്മാർ പീഡിപ്പിക്കുമ്പോൾ അതിൻ്റെ തീവ്രത അളക്കുന്ന, പീഡനത്തിന് തീവ്രതയെന്നൊക്കെ പറയുന്ന നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ അതുപോലും പറയാൻ തയ്യാറല്ല എന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത്തരത്തിൽ മുകേഷിനെ പോലെയുള്ള ഇത്തരത്തിൽ സ്വന്തം വീട്ടിൻ്റെ ഉള്ളിൽ പോലും എന്താണ് കാണിച്ചിരുന്നത്? പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളുടെ
മുന്നിൽ തന്നെ ഒരു ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു വ്യക്തി അവർ മാധ്യമപ്രവർത്തകയായിരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ സ്വന്തം വീട്ടിനുള്ളിൽ കാണിക്കുന്നത് റോട്ടിലുള്ള പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മേലാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തെരുവിൽ നേരിടുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചിട്ടില്ല എങ്കിൽ ശക്തമായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ഓക്കെ. ശ്രീ സജി നന്ദിയാട്ട്, ഞാൻ നേരത്തെ ഉന്നയിച്ചൊരു പ്രശ്നം, സിനിമയാകെ കുഴപ്പമെന്ന് ഹേമ കമ്മിറ്റിയും പറഞ്ഞിട്ടില്ല. പക്ഷേ സിനിമയിൽ കുറ്റകൃത്യങ്ങളുണ്ട്, എല്ലാവരുടെയും ഭാഗത്തു നിന്നല്ല, ചിലരുടെ ഭാഗത്തു നിന്ന്. ആ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കപ്പെടണം. സിനിമയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരുമായ എല്ലാ ആളുകൾക്കും സുരക്ഷിതത്വത്തോടു കൂടി ജോലി ചെയ്യാൻ, ഒരു തൊഴിൽ സംവിധാനത്തിൽ എങ്ങനെ ജോലി ചെയ്യുന്നു അതുപോലെ ജോലി ചെയ്യാനുള്ള അവസരം വേണം, അവകാശമുണ്ട്. ഇതാണ് ഇതിൻ്റെ ക്രക്സ്. അപ്പോൾ അതിൻ്റെ കറക്ഷൻ എന്നുള്ള കാര്യം നടക്കുമ്പോൾ, പുഴുക്കുത്തുകളെ ഒഴിവാക്കുമ്പോൾ സിനിമാ ലോകത്തിനൊരു പേടി ഉണ്ടാവേണ്ടതില്ലല്ലോ. ഇത് ശരിയാക്കപ്പെടണം, ഇതിലെ മാലിന്യങ്ങൾ ഒഴിവാക്കപ്പെടണം എന്നുള്ളതല്ലേ ശരിയായി സ്വീകരിക്കേണ്ട നിലപാട്? കറക്റ്റ്. ഒത്തിരി ദിവസങ്ങളായി പല ആങ്കറോടൊപ്പം തന്നെ ഞാൻ പല ചർച്ചകളും പങ്കെടുത്തിട്ടുണ്ട്. സത്യസന്ധമായി പറയുകയാണ് കേട്ടോ. പല മലയാളത്തിലെ എല്ലാ ചാനലിലും എല്ലാ ആങ്കറോടൊപ്പം ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല വാക്കുകൾ ഇപ്പോൾ ശ്രീ അഭിലാഷ് പറഞ്ഞതാണ്. കറക്റ്റാണ്. ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. ഞാൻ ആദ്യം മുതൽ ഈ നിമിഷം വരെ ടിൽ ദിസ് മൊമെന്റ് ഞാൻ ഈ ചർച്ചകളിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന അതിൻ്റെ അന്തസത്ത ആകത്തുക ഇപ്പോൾ അഭിലാഷ് പറഞ്ഞു. ഇതാ കറക്റ്റ്. സിനിമയിൽ പുഴുക്കുത്തുകളുണ്ട്, പെൺകുട്ടികൾ സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള ഇടമായി മാറണം. ഞാൻ ഒരു കാര്യം പറയാം, എത്ര സുരക്ഷിതമായി നമ്മൾ കൊടുത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ ഇനി ഇതുണ്ടാവും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ലെറ്റസ് ഹാവ് ദ ബോഡി എന്ന് പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ആളുണ്ട്. ഇതൊരു നിരീക്ഷണ ക്യാമറയിലാണ്, നാളുകൾ പിടിക്കപ്പെടും എന്നുള്ളൊരു ബോധ്യം വന്നാൽ തീർച്ചയായും ഇതൊന്നും. ഇപ്പൊ പെൺകുട്ടികൾക്ക് ഏത് തരം പെൺകുട്ടികളാണ് ഇപ്പൊ നമുക്കറിയാം, വളരെ നല്ല നിലയിലുള്ള ഹൈ പ്രൊഫൈലുള്ള അക്കാഡമിക് പ്രൊഫൈലുള്ള കുട്ടികളാണ് വരുന്നത്, ചെറുപ്പക്കാരാണ് വരുന്നത്. അവർക്ക് ഇതിനോട് വരുമ്പോൾ അവരുടെ കുടുംബക്കാർക്ക് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? മലയാള സിനിമയിൽ അയ്യേ എന്ന് പറയുന്നൊരവസ്ഥ. ഇതാണ് ഞങ്ങളുടെ പക്ഷം. കൃത്യമായിട്ട് അഭിലാഷ് മോഹൻ എന്ന് പറയുന്ന ആങ്കർ, ഞാൻ താങ്കളെ സല്യൂട്ട് ചെയ്യാണ്. ഇത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. അല്ലെ സിനിമയിൽ ആരെങ്കിലും പെണ്ണുങ്ങളെ ഹറാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സൈഡ് ചെയ്യാൻ നിൽക്കുന്നവരല്ല ഞങ്ങൾ. അവരെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം. ഇവർ കോടാനുകോടി രൂപ ഉണ്ടാക്കുന്നു, സിനിമയിൽ നിന്ന് സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കുന്നു. ഈ മാധ്യമത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആരാധകരെ എല്ലാം നേടിയതിനു ശേഷം പച്ചയ്ക്ക് തുപ്പി വെക്കുകയാണ്. ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഇല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനൊരു ക്ഷമ ചോദിക്കുന്നു. ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊരു ബോധ്യമാണ് സ്വാഭാവികമായിട്ടും കേരള സമൂഹത്തിൽ ഉണ്ടായി വരുന്നത്. അത് നേരത്തെ പറയേണ്ടതല്ലേ എന്നുള്ള ഒരു ചോദ്യം മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. എങ്കിലും ഇവർ ചെയ്തതാണെങ്കിൽ ഈ മാധ്യമത്തോട് ഇത് ഏറ്റവും വലിയ ദ്രോഹമാണെന്ന് പറയുന്നതിന് ഒരു വിഷമം എനിക്കില്ല. അഭിലാഷെ, ഞങ്ങളുടെ അന്നും ഇന്നും ഈ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ എല്ലാവരും തെറ്റിദ്ധരിക്കുക ഞങ്ങളെന്തോ ഈ പീഡക അല്ലെങ്കിൽ ഏത് തെറ്റിനെയോ സെക്സ്വൽ ഹറാസ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇല്ല. ഈ ഒരു കാര്യം, ഈ ഒരു മാധ്യമം വ്യവസായം അല്ലെങ്കിലും ഇത് വ്യവസായമാണ്. കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ഇതിനെ വ്യവസായമായി അംഗീകരിച്ചിട്ടില്ല. ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇത് വ്യവസായമാണ്. എത്ര പറയുക, ഒരു ലക്ഷം ആൾക്കാരെങ്കിലും പ്രത്യക്ഷമോ പരോക്ഷമായി ജോലി ചെയ്യുന്നൊരു മേഖലയാണ്. ആ മേഖലയിൽ സാമ്പത്തികമായി നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമ നിങ്ങൾ ഉദ്ദേശം വല്ലപ്പോഴും ഒരു പടം ഹിറ്റാവും, എത്രയേ ഉള്ളൂ. 219 പടങ്ങളിൽ 210 പടം കഴിഞ്ഞ വർഷം പരാജയപ്പെട്ടു. 1000 കോടി രൂപ മലയാള സിനിമയ്ക്ക് പോയി. കൃത്യമായ കണക്കാണ് ഞാൻ ഈ പറയുന്നത്. ഞങ്ങളൊക്കെ ഇത് ചെക്ക് ചെയ്യുന്നവരാണ്, ഞങ്ങളതിന് ഉത്തരവാദിത്തപ്പെട്ടവർ. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുകയാണ്. ഈ ഇൻഡസ്ട്രി വന്നിട്ട് നഷ്ടം വന്നിട്ട് നഷ്ടവുമായി പോകുന്നവരാണ്. അവിടെ വല്ലപ്പോഴും ഒരു പടം ഹിറ്റാവുന്നു. അതുപോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പൊതുസമൂഹത്തെ വെറുപ്പിക്കുന്ന, പൊതുസമൂഹത്തിന് ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തോട് ഒരു തരം ഒരു അകൽച്ച, വെറുപ്പ്, എന്താ പറയുക, അവജ്ഞ തോന്നുന്ന തരത്തിലുള്ള പെരുമാറ്റം ചിലരുടെ ഭാഗത്ത് ഉണ്ടാകുന്നെങ്കിൽ അത് കറക്റ്റ് ചെയ്യപ്പെടണം. പെൺകുട്ടികൾ സുരക്ഷിതരായിരിക്കണം. എനിക്കൊരു കാര്യം പറയാറുണ്ട്, ഇനി മുതലെങ്കിലും ഈ സിനിമയിൽ അഭിനയിക്കുന്ന മുഴുവൻ വനിതകളോട് പറയട്ടെ, നിങ്ങൾ അപ്പോൾ പ്രതികരിച്ചിരിക്കണം, അപ്പോൾ കംപ്ലൈന്റ് ചെയ്തിരിക്കണം. നിങ്ങൾ ഹേമ കമ്മിറ്റിയിലോ മറ്റ് കമ്മിറ്റിക്ക് അപ്പുറം ഇവിടെ പോലീസ് സ്റ്റേഷനുണ്ട്, ഇവിടെ കോടതിയുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും. പൊതുസമൂഹമുണ്ട്. ഇപ്പോൾ വളരെ 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 എല്ലാവർക്കും ഒരു ജാഗ്രത ഇവിടെ വന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഏത്തക്കാപ്പം പോത്തിറച്ചിപ്പിക്കാനുള്ള സ്ഥലമല്ല. കോടതി എന്ന് പറഞ്ഞാൽ ജഡ്ജസ് പൂജ്യം പെട്ടി കളിക്കുകയല്ല. അവിടെ
ഇവിടെ നമ്മൾ അതിനൊരു ധൈര്യം പൊതുസമൂഹം ഇവർക്ക് കൊടുക്കണം. ശരി, മുമ്പോട്ട് ഓക്കെ, അതാണ് താങ്കൾക്ക് മുന്നോട്ട് വെക്കാനുള്ള കാര്യം. ഓക്കെ, ഫൈൻ. പക്ഷെ അത് എത്രമാത്രം പ്രായോഗികമാണ്? അവർക്കൊരു ആശ. ഇവിടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പെൺകുട്ടികൾ ഭയത്തിലാണ്. അവർ പരാതി കൊടുക്കുക പോയിട്ട് അവരുടെ ഏറ്റവും അടുത്ത കൊളീഗ്സിൻ്റെ അടുത്തോ മാതാപിതാക്കളുടെ അടുത്തോ പോലും ഹരാസ്മെൻറ്റുകൾ പറയുന്നില്ല. അവർക്ക് സ്വന്തം ജീവനിൽ ഭയമുണ്ട്. അവർക്ക് സ്വന്തം അച്ഛനും അമ്മയും അടക്കമുള്ള ആളുകളുടെ ജീവനിൽ ഭയമുണ്ട്. അങ്ങനെ ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം കൂടി ഈ സിനിമാ രംഗത്തുണ്ട്. അതുകൊണ്ടാണ് ചൂഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് എന്നുകൂടി പറഞ്ഞു വെക്കുന്ന ഒരു റിപ്പോർട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. മുഖ്യമന്ത്രി പറയുന്നു പരാതിയുമായി വരട്ടെ എന്ന്. ഇവിടെ അപ്പോൾ പരാതി പറയൂ എന്ന് ഫിലിം ചേംബർ പറയുന്നു. ഇതൊക്കെ നമ്മൾ പറയുന്നത് പോലെ എളുപ്പമാണോ ഇതുപോലെ ഒരു ഇൻഡസ്ട്രിയിൽ? അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മുടെ മുകേഷിന് നേരെ ബ്ലാക്ക് മെയിലിംഗ് ഭീഷണി ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് അദ്ദേഹം അന്നേരം പരാതി കൊടുത്തില്ല? അതൊരു ചോദ്യമല്ലേ. അപ്പോൾ ഈ ബ്ലാക്ക് മെയിലിംഗ് ഭീഷണി അന്നല്ലേ വന്ന സമയത്ത് തന്നെ കൊടുക്കാമായിരുന്നില്ലേ? ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളല്ലായിരുന്നു. അപ്പോൾ ഇവിടെ കൃത്യമായി തന്നെ പറയാനുള്ള സംഗതി, എൻ്റെ നേരെ ഒരു ഹറാസ്മെൻ്റ് ഉണ്ടായാൽ ഞാൻ തീരുമാനിക്കും ആരോട് എന്ത് എപ്പോൾ പറയണമെന്ന്. നമ്മൾ കമ്മ്യൂണിസ്റ്റ് റഷ്യയിലായിരുന്നെങ്കിൽ എൻ്റെ നേരെ നടക്കുന്ന ഒഫൻസിനെ ഇറ്റ് ഈസ് എൻ ഒഫൻസ് എഗെയിൻസ്റ്റ് സൊസൈറ്റി എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ അങ്ങനെയല്ല. നിയമം അരുത് എന്ന് പറയുന്ന സംഗതി മാത്രമാണ് കുറ്റകൃത്യം. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം, ഒഫൻസിനെ ഡിഫൈൻ ചെയ്യുന്ന വ്യത്യാസം. ഇനി നിയമം അരുത് എന്ന് പറയുന്ന ഒരു കുറ്റകൃത്യം നടന്നു, അത് കോഗ്നൈസബിൾ ഒഫൻസാണ്, നടപടിയെടുക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് ഇപ്പോൾ എൻ്റെ നേരെ നടക്കുന്ന സെക്ഷൽ ഹറാസ്മെൻറ്റ്. പക്ഷേ ഞാൻ എന്ന വിക്ടിം അവിടെ മൊഴി പറയണം, സർവൈവർ. അപ്പോൾ ഞാൻ അതിന് തയ്യാറാവണം. എനിക്കൊരു പക്ഷേ അതിനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവില്ല. അന്നേരമേ ഞാൻ പറയൂ. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ മനുഷ്യനെ ഈ ഒരു ട്രാജഡി അല്ലെങ്കിൽ ഒരു അറ്റാക്കിനെ ഫേസ് ചെയ്യുമ്പോൾ അവർ അനുഭവിക്കുന്ന ട്രോമേനെ മറികടന്ന് വന്ന് മാത്രമേ അവർക്കത് പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അവർ ലൈഫിനെ തന്നെ ബാധിച്ച് ട്രോമാറ്റൈസ് ചെയ്ത് അവർ പല ഫീൽഡിൽ നിന്നും ഔട്ടായി മാറി നിൽക്കുകയും ആത്മഹത്യയും നാടുവിട്ട് പോവുകയും ചെയ്തിട്ടുള്ള കഥകൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സിനിമയിലും അല്ലാത്ത ജീവിതങ്ങളിലും. പിന്നെ ഇവിടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ഷട്ടിൽ കോക്ക് കളിക്കണ പോലെ അങ്ങോട്ട് അടിക്കുക 100 ഇങ്ങോട്ട് അടിക്കുക, നിങ്ങൾ അത്ര ചെയ്തില്ലേ, ഞങ്ങൾ ഇത്ര ചെയ്തില്ലേ, ഇങ്ങനെ പറയണേക്കാളൊക്കെ ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെ കൃത്യമായി അന്വേഷിക്കാൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്. ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ കൃത്യമായി മൊഴികൾ പറഞ്ഞ് അതിൻ്റെ പ്രോസസ്സിൽ യാതൊരു തടസ്സം വരാതെ, നേരത്തെ നടിയെ ആക്രമിച്ച കേസിൽ ഒരുപാട് പേര് മൊഴികൾ മാറ്റി പറഞ്ഞു. ഒരുപാട് തരത്തിലുള്ള ടാമ്പറിങ് ഓഫ് എവിഡൻസ് ഉണ്ടായി. മൊബൈൽ ഫോൺ മുക്ക് കാണാതാക്കുക, അല്ലെങ്കിൽ മറ്റേ ഒരുപാട് കാര്യങ്ങൾ മൊബൈലിൽ കൊണ്ട് തിരുത്തുക, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പഴുതടച്ച് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇപ്പോഴെങ്കിലും പറഞ്ഞത് മുതൽ അവർ തരുന്ന തെളിവുകൾ, ഈ കോടതിയിൽ നിന്ന് തെളിവുകൾ കാണാതാവുക, ജഡ്ജസ് വീട്ടിൽ കൊണ്ടുപോയി ഒളിച്ചിട്ട് കാണുക, ഇങ്ങനത്തെ കുറേ സംഗതികളുണ്ട്. അവിടെ ജഡ്ജസ് പൂജ്യം വിട്ടി കളിക്കില്ല, വേറെ ആൾക്കാരെ ഏത്തക്കപ്പഴം തിന്നല്ല, വേറെന്തോ കാള പറ്റൂ എന്ന് പറയുമ്പോൾ കയറെടുക്കുക, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് അവർ ചെയ്യുന്നതിൽ പലതും. ഞാൻ ആക്ഷേപിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ കേരളത്തിലെ ഒരു കോടതിയുടെ അകത്ത് നിന്ന് ഇങ്ങനെ മെമ്മറി കാർഡിന് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊന്നും പ്രശ്നം വരില്ലായിരുന്നു. അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ട് എല്ലാവിടെയും. ശരി, അത് ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം പറഞ്ഞു ചർച്ചയിലേക്ക് വീണ്ടും. അഡ്വക്കേറ്റ് സി ഷുക്കൂർ, ഇന്നിപ്പോൾ ഇ പി ജയരാജൻ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് കോൺഗ്രസിന്റെ MLA മാർ രാജിവെച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് രാജി ആവശ്യപ്പെടാൻ കഴിയുക എന്നുള്ളതാണ്. മന്ത്രി കെ എൻ ബാലഗോപാൽ രാഷ്ട്രീയ പ്രേരിതമാണ് രാജി ആവശ്യമെന്ന് ഇന്നലെ പറഞ്ഞു. വളരെ പ്രധാനമായൊരു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയത്തിൽ ഇങ്ങനെ പ്രതിരോധം ചമയ്ക്കുക വഴി ഈ കാര്യങ്ങളെ ആകെ തന്നെ റദ്ദ് ചെയ്യാതിരിക്കാൻ ഇടതുപക്ഷത്തിന്റെ നേതാക്കളും താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ആളുകളും ശ്രദ്ധിക്കണ്ടേ? തീർച്ചയായും അഭിലാഷേ, നമ്മുടെ ഈ കോൺഗ്രസിന്റെയും BJPയുടെയും പ്രതിനിധികൾ ഗവൺമെന്റ് എടുക്കുന്ന എഫേർട്ടിനെ വളരെ ചെറുതായി കാണാനുള്ള ശ്രമം നടത്തുന്നു. അഭിലാഷിന് അറിയില്ല, ഈ പാനലിൽ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു ഒന്നിൽ കൂടുതൽ ആൾക്കാർ അഭിഭാഷകരാണ്. സാധാരണഗതിയിൽ ഈ 376, 354 പഴയ നിയമപ്രകാരം IPC പ്രകാരമുള്ള ഒഫൻസുകളിൽ ഒരു ഇത്രയും ഡിലേ ഉള്ള 4-5 വർഷം പഴക്കമുള്ള 10 വർഷം പഴക്കമുള്ള ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോയാൽ സാധാരണഗതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാവില്ല. നമ്മൾ എത്രയോ അനുഭവങ്ങളുണ്ട്. അവർ പറയും ഒരു മെഡിക്കൽ എവിഡൻസ് ഇപ്പം അവൈലബിൾ ആവില്ല, ഒരു മറ്റ് എവിഡൻസുകൾ ഒന്നും ഉണ്ടാവില്ല. സാധാരണഗതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, 150 പഴയ CRPC പ്രകാരം 154 പ്രകാരം ഈ ജില്ലാ പോലീസ് മേധാവിക്ക് നമ്മൾ തപ്പാലിൽ രജിസ്റ്റർ ആയിട്ട് നമ്മൾ പരാതി അയക്കണം. അവരും ഒരു പരിഗണന നൽകില്ല. അപ്പൊ നമ്മൾ ചെയ്യാം, മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി 200 CRPC പ്രകാരം കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തിട്ട് എടുക്കുക. അതായത് അത്രയും ഡിലേ ഉണ്ടാവും.
പക്ഷെ ഇവിടെ ഗവൺമെന്റ് നിശ്ചയദാർഢ്യവും പോലീസിന്റെ നിശ്ചയദാർഢ്യം വളരെ വ്യക്തമാണ്. ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് എടുത്തത്. മുകേഷിനെതിരെയുള്ള കുറ്റകൃത്യം ഇന്നലെ നടന്നതല്ല, അല്ലെങ്കിൽ മുകേഷ് പ്രതിയായ കുറ്റകൃത്യം ഇന്നലെ നടന്നതല്ല, ഒരാഴ്ച മുമ്പ് നടന്നതല്ല, വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഇന്നിപ്പോ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ട എല്ലാ കേസുകളിലും വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അങ്ങനെ ആയിട്ട് പോലും മുകേഷിന് ഒരു പരിഗണനയും സർക്കാർ കൊടുക്കില്ല. മുകേഷ് ആയതുകൊണ്ട് അയാളുടെ FIR ഇപ്പൊ രജിസ്റ്റർ ചെയ്യണം, നാളെ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞില്ല. 3 കേസ് അയാൾക്കെതിരെ വന്നു. അതിനർത്ഥം എന്താ? ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല. ആർക്കെതിരെ ആരോപണം വന്നാൽ എത്ര ഡിലേ ഉണ്ടായാലും ആ ഡിലേ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ അവരുടെ മൊഴി രേഖപ്പെടുത്താൻ പ്രാപ്തമാകുന്ന രീതിയിൽ കൗൺസിലിംഗ് കൊടുത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പെട്ടെന്ന്. ഷുക്കൂർ വക്കീലൊക്കെ എന്തിനാണ് ഇങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയട്ടെ ഞാൻ ഷുക്കൂർ വക്കീൽ ഞാൻ ഇടപെട്ടില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ ഷുക്കൂർ വക്കീലെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ കേസെടുത്തെന്ന് പറയുന്ന ഇതേ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ തന്നെയല്ലേ ഇതേ ആളുകളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? പിന്നെ ഞങ്ങളൊക്കെ പിന്നെ ഒരു പൊട്ടന്മാരായിട്ടാണോ? അല്ല, എന്ത് ഷുക്കൂർ വക്കീൽ, നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? അതിന്റെ മന്ത്രി രഞ്ജിത്ത് ഈ കേസിൽ രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ രഞ്ജിത്തിനെ ന്യായീകരിച്ച് രംഗത്ത് വന്ന ആരാ? ഈ സർക്കാരിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രി തന്നെയല്ലേ? നമ്മുടെ സമയം അവസാനിച്ചു. എല്ലാ പാനലിസ്റ്റുകൾക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുകയാണ്. നമസ്കാരം.